السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد، يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹസമ്പന്നരായ സഹോദരിമാരെ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹത്താൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മുതൽ ആരംഭിച്ച നമ്മുടെ ക്യാമ്പ് അവസാന സമയങ്ങളിലേക്ക് പ്രവേശിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സന്ദർഭത്തിൽ സംതൃപ്തമായ കുടുംബമെന്ന വിശാലമായ തലങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വിഷയത്തെ സംബന്ധിച്ചാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. നമ്മളെല്ലാവരും കുടുംബമായി, സമൂഹത്തിൻ്റെ ഭാഗമായി ജീവിക്കുന്നവരാണ്. ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭങ്ങളിലും നമ്മൾ ആഗ്രഹിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നത് നമ്മുടെ വ്യക്തി ജീവിതത്തിലും നമ്മുടെ കുടുംബ ജീവിതത്തിലുമെല്ലാം സ്വസ്ഥതയും സമാധാനവും സംതൃപ്തിയും ലഭിക്കണമെന്നതാണ്. അതെങ്ങനെയാണ് നമുക്ക് ലഭിക്കുക എന്നത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഈ ലോകത്ത് മനോഹരമായൊരു ജീവിതം നമുക്ക് നൽകിയത് ഏകനായ സർവാധിനാഥനായ റബ്ബാണ്. കാണാനുള്ള കണ്ണും കേൾക്കാനുള്ള ചെവിയും ചിന്തിക്കാനുള്ള ഹൃദയവും, അങ്ങനെ ജീവിതത്തിൽ ആവശ്യമായ എല്ലാം നമുക്ക് റബ്ബ് നൽകി. ഇതൊക്കെ നൽകി ഈ ജീവിതത്തിലേക്ക് നമ്മളെ ഏറ്റവും മനോഹരമായൊരു ജീവിതം നൽകി നമുക്ക് സ്വസ്ഥദായകമായൊരു സംവിധാനങ്ങൾ ഒരുക്കി തന്നത് എന്തിനു വേണ്ടിയാണ്? വളരെ മനോഹരമായി ഖുർആൻ പറയുന്നുണ്ട്, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ് ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യരെയും ജിന്നുകളെയും ഞാൻ സൃഷ്ടിച്ചിട്ടില്ല എന്നെ മാത്രം ആരാധിക്കുവാൻ വേണ്ടിയല്ലാതെ. അപ്പം ഈ ലോകത്ത് മനോഹരമായൊരു ജീവിതം നമുക്ക് നൽകിയത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇഷ്ടമുള്ള ഒരു ജീവിതം നയിക്കുവാൻ വേണ്ടിയാണ്. ഈ ജീവിതത്തിൽ നമുക്ക് എല്ലാം റബ്ബ് നൽകിയത് അവൻ ഇഷ്ടപ്പെട്ട ഒരു ജീവിതം നയിക്കുവാൻ വേണ്ടിയാണ്. ഈ ലോകത്ത് എനിക്കിഷ്ടപ്പെട്ട രൂപത്തിലാണ് ഞാൻ ജീവിക്കുന്നത് എങ്കിൽ എൻ്റെ വ്യക്തി ജീവിതത്തിലും എൻ്റെ കുടുംബ ജീവിതത്തിലും എനിക്ക് സ്വസ്ഥതയും സമാധാനവും കണ്ടെത്താൻ കഴിയില്ല. അതുകൊണ്ടാണ് ആദം നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രം പഠിക്കുന്നിടത്ത് നമുക്ക് കാണാൻ കഴിയും, സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട് ഭൂമിയിലേക്ക് പുതിയൊരു ജീവിതം പറിച്ചു നടുകയാണ്. അവിടെ ആദം നബി അലൈഹിസ്സലാമിന് കൊടുക്കുന്ന ഉപദേശം എന്താണ്? ഫഇമ്മാ യഅ്തിയന്നകും മിന്നീ ഹുദാ, എന്നിൽ നിന്ന് വല്ല മാർഗദർശനവും നിങ്ങൾക്ക് വന്നെത്തിക്കഴിഞ്ഞാൽ, ഫമൻ തബിഅ ഹുദായ, ആരാണോ എൻ്റെ മാർഗദർശനം പിൻപറ്റിക്കൊണ്ട് ജീവിക്കുന്നത്, ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനുൻ, അവർ വ്യസനിക്കേണ്ടതില്ല, വേദനിക്കേണ്ടതില്ല, സംതൃപ്തകരമായൊരു ജീവിതം അവർക്ക് നയിക്കാൻ കഴിയുമെന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. ഇവിടെ ഇരിക്കുന്ന സഹോദരിമാരോട് മനസ്സു തുറന്ന് ഞാൻ പറയുന്നു, ഞാൻ എന്നോടും പറയുന്നു, ജീവിതത്തിൽ ഒരു സംതൃപ്തിയും സമാധാനവും നമുക്ക് ലഭിക്കണമെങ്കിൽ പരിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങൾക്കും അനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തിയാൽ, വ്യക്തി ജീവിതത്തെ, കുടുംബജീവിതത്തെ, സാമൂഹ്യ ജീവിതത്തെ നമ്മൾ ക്രമപ്പെടുത്തിയാൽ അവിടെ എവിടെയും അസ്വസ്ഥതകൾ നമ്മൾ അനുഭവിക്കേണ്ടി വരില്ല. അപ്പം നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുന്ന ഒരു കാര്യം എന്താ അറിയോ? ജീവിതത്തിൽ അസ്വസ്ഥതകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, കുടുംബത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടല്ലോ, ഭാര്യ ഭർത്തൃ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടല്ലോ,
മക്കളെ വളർത്തുന്നിടത്തിൽ മക്കളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഞങ്ങൾ അനുഭവിക്കുന്നുണ്ടല്ലോ എന്ന് ചിന്തിക്കുന്ന പലരും നമ്മുടെ കൂട്ടത്തിലുണ്ടാകാം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ? ജീവിതത്തിൽ എവിടെയൊക്കെ അസ്വസ്ഥതകൾ അനുഭവിക്കുന്നുണ്ടോ അവിടെയെല്ലാം പരിശുദ്ധ ഖുർആനിൽ നിന്നും തിരുസുന്നത്തിൽ നിന്നും നമ്മൾ അകന്നു എന്നതാണ് ആ അസ്വസ്ഥതക്ക് കാരണമെന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം എനിക്ക് പറയാനുള്ള എന്താ അറിയോ? നമ്മളെല്ലാവരും ഇവിടെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ സ്വസ്ഥദായകമായൊരു ജീവിതം നമുക്ക് ലഭിക്കണം. രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ? നമ്മുടെ ജീവിത ലക്ഷ്യം അത് നിർണയിക്കുന്നിടത്ത് നമുക്ക് ചില അപാകതകൾ സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ ജീവിത ലക്ഷ്യമെന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ദുനിയാവിൽ ഏറ്റവും നല്ല വീട് കിട്ടണം, നല്ല വാഹനം വേണം, നല്ലൊരു ഭർത്താവ് വേണം, നല്ല സൗകര്യങ്ങളുള്ള സംവിധാനങ്ങളുള്ള നല്ല ഒരു ജീവിതം എനിക്കിവിടെ കിട്ടണം. ഇതാണോ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം? അല്ലല്ലോ. ഈ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ് സഹോദരിമാരെ? ഈ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താന്ന് പറഞ്ഞാൽ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്. ജീവിതത്തിൻ്റെ ഏത് സന്ദർഭത്തിലും മരണത്തിൻ്റെ മലക്ക് വന്ന് അള്ള ഏൽപ്പിച്ച സമയത്ത് നമ്മുടെ റൂഹിനെ പിടിക്കും. റൂഹിനെ പിടിച്ചു കഴിഞ്ഞാൽ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്. ആ ജീവിതത്തിൽ ആർക്കാണോ സ്വർഗം ലഭിക്കുന്നത്, ആർക്കാണോ നരകമോചനം ലഭിക്കുന്നത്, അവരാണ് ജീവിതത്തിൽ വിജയിച്ചവരെന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. അതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത ലക്ഷ്യം. ഞാൻ ഇവിടെ ഇരിക്കുന്ന മുഴുവൻ സഹോദരിമാരോടും ചോദിക്കാൻ, മനസ്സു തുറന്ന് നമുക്ക് പറയാൻ പറ്റുമോ? എൻ്റെ ജീവിത ലക്ഷ്യമെന്ന് പറഞ്ഞാൽ അത് പരലോകമാണ്, എൻ്റെ ജീവിത ലക്ഷ്യമെന്ന് പറഞ്ഞാൽ അത് സ്വർഗമാണ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെല്ലാവരും ഇന്നൊരു ഒഴിവുള്ള ദിവസമാണ്. ഇന്ന് പല സ്ഥലത്തും പോകാൻ എല്ലാവർക്കും ഉണ്ടാകാം. ഇന്ന് പല ടൂർ പാക്കേജുകൾ നിങ്ങൾക്ക് സംഘടിപ്പിക്കാം. പല സംവിധാനങ്ങളും സൗകര്യങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. ഇതൊക്കെ നമുക്ക് ചെയ്യാം. പക്ഷെ എന്നിരുന്നിട്ടും നിങ്ങൾ ഇവിടത്തേക്ക് വന്ന എന്തുകൊണ്ടാണ്? ഇത്തരമൊരു ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ വന്നെന്താ? ഭൗതികമായ എന്തെങ്കിലും താല്പര്യത്തിൻ്റെ പേരിലാണോ നമ്മളിവിടെ വന്നത്? അല്ലല്ലോ. മറിച്ചെന്താണ്? എനിക്ക് സ്വർഗം കിട്ടണം, എനിക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം, എനിക്കൊരു നല്ല മാതൃക കുടുംബിനിയാകണം, എനിക്കൊരു നല്ല ഭാര്യയാകണം, എനിക്കൊരു നല്ല ഉമ്മയാകണം, എനിക്ക് സ്വർഗത്തിലെത്തുന്ന ഒരു നല്ല മുഅ്മിനത്തായ പെണ്ണാകണം എന്ന ചിന്ത മാത്രമാണ് നിങ്ങൾ ഓരോരുത്തരെയും ഇവിടത്തേക്ക് എത്തിച്ചത്. അതുകൊണ്ടാണ് മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചത്. എന്താ റസൂലുള്ള പഠിപ്പിച്ചെന്നറിയും? മൻ കാനത്തിൽ ആഖിറത്തു ഹമ്മ, ഒരാളുടെ ജീവിത ലക്ഷ്യം അത് പരലോകമാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയണം, ജഅലല്ലാഹു ഖിനാഹു ഫീ ഖൽബി, അവൻ്റെ ഹൃദയത്തിൽ അല്ലാഹു സംതൃപ്തിയും സമാധാനവും ആനന്ദവും ജീവിതത്തിൻ്റെ രസവും അവന് കൊടുക്കുന്നതാണ്. ഞാനല്ലട്ടോ പറഞ്ഞത്. ജീവിതത്തിൽ ഇന്നു വരെ നുണ പറയാത്ത നമ്മുടെ കരളിൻ്റെ കഷ്ണമായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിൻ്റെ പേര് കേൾക്കുമ്പോൾ നമ്മൾ സ്വലാത്ത് ചൊല്ലണം. അത് ഒച്ചത്തിലല്ല, സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം മൻ സ്വല്ല അലയ്യ സ്വലാത്തൻ, ആരെങ്കിലും എൻ്റെ പേരിൽ ഒരു വട്ടം സ്വലാത്ത് ചൊല്ലിയാൽ അവന് 10 നന്മകൾ രേഖപ്പെടുത്തുമെന്നാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചത്. ആ റസൂലുള്ള പറയാൻ, ഒരാളുടെ ജീവിത ലക്ഷ്യമെന്ന് പറയുന്നത് അത് പരലോകമാണെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ, അവൻ്റെ കുടുംബ ജീവിതത്തിൽ, അവൻ്റെ വ്യക്തി ജീവിതത്തിൽ, അവൻ്റെ സാമൂഹ്യ ജീവിതത്തിൽ അവന് പടച്ചോൻ സമാധാനം കൊടുക്കും, സംതൃപ്തി കൊടുക്കുമെന്നാണ് പരിശുദ്ധ ഖുർആനും റസൂലുള്ളാഹിയും പഠിപ്പിക്കുന്നത്. ഇനി അടുത്തൊരു വാചകങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അടുത്ത വാചകം എന്താ അറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, വജമഅ ലഹു ശംല വഅതതുഹു ദുനിയ വഹിയ റാഗിമ, അവൻ ആഗ്രഹിക്കുന്നതെന്തും റബ്ബ് അവൻ്റെ കൈകളിലേക്ക് എത്തിച്ചു കൊടുക്കും. അവൻ തേടിപ്പോകേണ്ടതില്ല. ഇങ്ങോട്ട് നോക്ക്, നമ്മളൊക്കെ മക്കളെ കല്യാണപ്രായമൊക്കെ എത്തിക്കഴിഞ്ഞാൽ, എനിക്കറിയാം ഇവിടെ ഇരിക്കുന്ന കുറേ ഉമ്മമാരുണ്ട്. കല്യാണപ്രായം എത്തിക്കഴിഞ്ഞാൽ ഉള്ളിൻ്റെ ഉള്ളിലൊരു ഭയങ്കര ഒരു ബേജാറാണ്. മോളെ കല്യാണം കഴിഞ്ഞങ്ങോട്ട് പോകാതാകുമ്പോൾ ഭയങ്കര ബേജാറായിരിക്കും. ഉമ്മമാരാണ് ഏറ്റവും കൂടുതൽ ബേജാറാകുക. ബേജാറായിട്ട് പഠിച്ചു, എങ്ങനെ എൻ്റെ കുട്ടിക്കൊരു നല്ല പുതിയാപ്പിളനെ കിട്ടുക? എനിക്ക് കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിയുന്നത് വരെ ഉള്ളിൻ്റെ ഉള്ളിൽ തീയാണ്. പല ഉമ്മമാരുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ തീയാണ്. അതറിയോ? എൻ്റെ മകളെ കല്യാണം കഴിച്ച പുതിയാപ്പിള നല്ല മനുഷ്യനാവുമോ? എൻ്റെ മോക്കൊരു നല്ല ജീവിതം കിട്ടുമോ? അവിടെ അവൻ്റെ ഉമ്മയുമായി അവൾക്ക് ഒന്നിച്ചു പോകാൻ പറ്റുമോ? സ്വരച്ചേർച്ച ഉണ്ടാവുമോ? ഇങ്ങനത്തെ ഒരുപാട് ആശങ്കകൾ ഉമ്മൻ്റെ മനസ്സിലുണ്ടാവും. ഏത് ഉമ്മമാരുടെ മനസ്സിലുണ്ടാകും. പക്ഷെ കല്യാണമൊക്കെ കഴിഞ്ഞ് കുറച്ച് കാലം കഴിയുമ്പോൾ ഉമ്മമാർ പറയട്ടോ, സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് ഭയങ്കര ബേജാറായിരുന്നു, ഒരു നല്ല പുതിയാപ്പിളനെ കിട്ടുമെന്ന്. പടച്ചോൻ എന്താ അറിയോ? എൻ്റെ മോക്കൊരു നല്ല പുതിയാപ്പിളനെ കിട്ടും. ഏത് എൻ്റെ ഒരു മകനെ പോലെ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു മകനെയാണ്
ഒരു പുതിയാപ്പിളനെയാണ്, ഒരു മരുമകനെയാണ് എന്ത് ചെയ്തത് എനിക്ക് കിട്ടിയെന്ന് എന്ത് ചെയ്യും പല ഉമ്മമാരും പറയാറുണ്ട്. ജീവിതത്തിൽ അങ്ങനെ ഓരോ കാര്യങ്ങളും ഇതെന്തുകൊണ്ടാണ് പടച്ചോ നമുക്ക് തരുന്നതെന്നറിയോ? പരലോകമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തൊക്കെ ഉണ്ടോ അതൊക്കെ പടച്ചോ നമ്മുടെ കയ്യിലേക്ക് കൊണ്ടുവന്ന് തരുമെന്നാണ്. കയ്യിലേക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്ന് തരും, നമ്മൾ അങ്ങോട്ട് പോകണ്ടെന്നാണ്. ഞാനല്ലോ പറഞ്ഞത്, വഹിയുള്ള മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നമ്മൾ ജീവിതത്തിലെ സംതൃപ്തി, കുടുംബത്തിലെ സംതൃപ്തി, അത് നമുക്ക് എല്ലാവർക്കും വേണ്ടത്. അത് കിട്ടാൻ ആദ്യം എന്താ ചെയ്യേണ്ടതെന്നറിയോ? ഒന്നാമത്തത് നമ്മുടെ ലക്ഷ്യം പരലോകമാകണം, നമ്മുടെ ലക്ഷ്യം സ്വർഗമാകണം, നമ്മുടെ ലക്ഷ്യം നരകമോചനമാകണം. അതാണ് മനസ്സിലുണ്ടാകേണ്ടത്. ഇനി ഈ ഹദീസിൻ്റെ ബാക്കി ഭാഗം എന്താ അറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വമൻ കാനത്തി ദുന്യ ഹമ്മ, ഒരാളുടെ ജീവിത ലക്ഷ്യമെന്ന് പറയുന്നത് ദുനിയാവ് മാത്രമാണ്. ദുനിയാവിൽ സുഖിക്കണം, ദുനിയാവിൽ ആനന്ദിക്കണം, ദുനിയാവിലെ സുഖങ്ങളും രസങ്ങളും അതുമാത്രമാണ്, അതിനപ്പുറത്തേക്ക് വേറൊന്നുമില്ല. അങ്ങനത്തെ ഒരു മനുഷ്യനാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ജഅലല്ലാഹു ഫഖറഹു ബൈന ഐനൈ, ജീവിതത്തിൽ എത്ര കിട്ടിയാലും അയാൾക്ക് മതിയാവൂല. നിങ്ങൾ കണ്ടിട്ടില്ലേ, ലക്ഷക്കണക്കിന് ഉറുപ്പ്യ ശമ്പളം വാങ്ങുന്നുണ്ട്, എന്നിട്ടും തികയൂല, എന്നിട്ടും തികയണില്ല, എന്നിട്ട് എത്ര കിട്ടിയാലും തികയാത്ത മനുഷ്യന്മാർ 1.5 ലക്ഷം 2 ലക്ഷം ഉറുപ്പ്യ ശമ്പളം വാങ്ങുന്നുണ്ട്, മാസം 15 വേറൊരാളോട് കടം വാങ്ങേണ്ട ഒരു അവസ്ഥ. അതെന്തറിയോ? സമ്പത്തിൽ പടച്ചും ബർക്കത്ത് തരാത്തതുകൊണ്ടാണ്. അതെന്താ തരാത്തെന്നറിയോ? നമ്മുടെ ജീവിത ലക്ഷ്യം പരലോകമല്ലാത്തത് കൊണ്ടാണ്. ഇനി ബാക്കി ഭാഗം എന്തറിയോ സഹോദരങ്ങളെ? വഫറക അലൈഹി ശംല വലം യഅതിഹി മിനദ് ദുനിയ ഇല്ലാ മാ ഖുദ്ദിറ ലഹു, അവൻ എത്ര ഓടിയിട്ടും കാര്യമില്ല, എത്ര പരിശ്രമിച്ചിട്ടും കാര്യമില്ല, പടച്ചും കണക്കാക്കിയതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും അവന് കിട്ടൂല. നമ്മളൊന്ന് ആലോചിച്ചു, എത്ര പരിശ്രമിച്ചിട്ടും കാര്യമില്ല. നമ്മൾ പല ആൾക്കാരെ കുറിച്ച് പറയില്ലേ, എത്ര കൊല്ലായി അവൻ ഗൾഫിൽ പോകാൻ തുടങ്ങിയിട്ട്, 10-30 കൊല്ലായി, ഒരു വീട് വരെ അവൻ ഇന്നില്ല. അതെന്താ അറിയോ? ഉള്ളിൻ്റെ ഉള്ളിൽ പടച്ചോനെ കുറിച്ചുള്ള ചിന്തയും പരലോകത്തെക്കുറിച്ചുള്ള ബോധവും ഇല്ലാത്തത് കൊണ്ടാണ്. സഹോദരങ്ങൾ, അങ്ങനെ ഒന്ന് നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ പടച്ചോ നമ്മളെ സഹായിക്കും. ഉറപ്പായും റബ്ബിൻ്റെ സഹായം നമുക്ക് ഉണ്ടാകുന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. മൂന്നാമത്തെ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താ അറിയോ? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തൊരു വസിയത്താണ്. എന്താ വസിയത്ത് എന്നറിയോ? വർള ബിമാ ഖസമല്ലാഹു ലക് തകുൻ അഗ്നന്നാസ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് തൃപ്തിപ്പെട്ട് നൽകിയതിൽ നീ തൃപ്തിപ്പെടുക. തകുൻ അഗ്നന്നാസ്, അപ്പം നീ ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും സമാധാനം അനുഭവിക്കുന്നവനാകും. ഈ വർള എന്ന് പറയുന്ന പദത്തെ മഹാരഥന്മാരായ പണ്ഡിതന്മാരെങ്ങനെയാണ് നിർവചിച്ചെന്നറിയോ? പണ്ഡിതന്മാർ പറയുന്നത് സുക്കൂനുൽ ഖൽബി ഇലഖ്തിയാരി റബ്ബ്, അള്ളാഹു തെരഞ്ഞെടുത്തതിൽ ഹൃദയം സമാധാനിക്കുക. അള്ളാഹു തെരഞ്ഞെടുത്തതിൽ ഹൃദയം സമാധാനിക്കുക, അതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇപ്പം നമ്മൾ നോക്ക്, നമ്മുടെ മകളുടെ ഒരു കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ചെറിയൊരു പ്രശ്നം ഉണ്ടായി. മകളും ഭർത്താവും തമ്മിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായി. സ്വാഭാവികമായും മകൾ എന്ത് ചെയ്യും? വീട്ടിലേക്ക് വരും. ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകണമെന്ന് പറയും. അങ്ങനെ വീട്ടിലേക്ക് വരും. വീട്ടിലേക്ക് വന്ന് അവിടെ വെച്ചിട്ട് ചെറിയൊരു ചർച്ചയൊക്കെ നടക്കും. ചെറിയ ചർച്ച നടക്കുന്നതിൻ്റെ ഇടയിൽ ഉമ്മ പറയുന്നൊരു ഡയലോഗുണ്ട്. ഇവിടുത്തെ ഉമ്മമാർ പറയുമെന്ന് എനിക്കറിയില്ല കേട്ടോ. എന്നാൽ ചില ഉമ്മമാർ പറയും. എന്താ പറയാന്നറിയോ? ഞാൻ നിങ്ങളോട് അന്നേ പറഞ്ഞിനി, ശരിക്കും നോക്കിയിട്ടും ശ്രദ്ധിച്ചിട്ടും അന്വേഷിച്ചിട്ടൊക്കെ കെട്ടിച്ചാൽ മതി. നിങ്ങൾ നോക്കാതെ അന്വേഷിക്കാതെ കെട്ടിച്ചുകൊണ്ടല്ലേ നമ്മൾ ഈ ഒരു പ്രശ്നം അനുഭവിക്കേണ്ടി വന്നത്. ആര് പറയും? ഉമ്മമാർ പറയും. സഹോദരങ്ങൾ, ഈമാൻ കാര്യം എത്രയാ? 6 ആറാമത്തെ എന്താണ്? നന്മയും തിന്മയും ഖളാ ഖദറിലുള്ള വിശ്വാസമാണ്. അതെല്ലാം റബ്ബിൻ്റെ ഖദറിൻ്റെയും ഖളാഇൻ്റെയും അടിസ്ഥാനത്തിലാണ് നടക്കുന്നത്. ഇത് വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, എൻ്റെ ഭർത്താവ് ഞാൻ ജനിക്കുന്നതിൻ്റെ 50,000 കൊല്ലം മുമ്പ് അള്ള എൻ്റെ രേഖയിൽ രേഖപ്പെടുത്തിയാണ്. ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം എന്താ അറിയോ? കോഴിക്കോട് ജില്ലയിലെ കായക്കൊടി എന്ന് പറയുന്ന ഒരു സ്ഥലത്തുള്ള ഞാൻ പുത്തനത്താണി വന്നിട്ട് അവിടുത്തെ ഒരു മനുഷ്യൻ്റെ പെണ്ണിനെയാണ് കല്യാണം കഴിച്ചത്. അത് പടച്ചു എൻ്റെ രേഖയിൽ രേഖപ്പെടുത്തിയാണ്. ഞാനിങ്ങനെ സങ്കടപ്പെട്ടിട്ട് പറയാം, പടച്ചോനെ വല്ലാത്തൊരു പടച്ചോൻ തന്നെ അല്ലേ. ഞാനിങ്ങനെ സങ്കടപ്പെടുക, ഞാൻ ശരിക്കും എൻ്റെ നാട്ടിൽ തന്നെ ജീവിച്ചാൽ മതിയാണ്, എനിക്ക് അവിടുന്ന് നല്ല പെണ്ണിനെ കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. കാരണം എന്താ? എൻ്റെ റബ്ബ് എൻ്റെ രേഖയിൽ രേഖപ്പെടുത്തിയത് ആ പെണ്ണിനെയാണ്. ഇപ്പോൾ പലപ്പോഴും പറയുന്നത് അറിയോ? ചില ഭാര്യമാരും ഭർത്താക്കന്മാരും ഈ ചില ആൾക്കാർ, പ്രായം ചെന്ന ആൾക്കാരോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ അവർ പറയാൻ അറിയും, ഞാൻ കുറച്ച് പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന ആളാണ്, പിന്നെ ഉസ്താദേ ഈ ദേഷ്യം മാറിക്കിട്ടാൻ എന്താ പരിഹാരം എന്നൊക്കെ ചോദിക്കും. അപ്പം ഇങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ പല ഭർത്താക്കന്മാരും പറയുന്ന ഒരു കാര്യം എന്താ അറിയോ?
സത്യത്തിലുണ്ടല്ലോ ഞങ്ങളോടൊരു കാര്യം തുറന്നു പറയാം എന്ന് പറഞ്ഞിട്ട് ഒരു പ്രായം ചെന്ന ഒരു ഉപ്പ എന്നോട് പറഞ്ഞാൽ എന്താ അറിയോ, സത്യം പറഞ്ഞല്ലോ, എൻ്റെ കൂടെ എൻ്റെ പെണ്ണ്, എൻ്റെ ഭാര്യ, ഒരു പെണ്ണിന് ഒരു 3-4 ദിവസം മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ. പക്ഷെ എൻ്റെ ഭാര്യ ഉണ്ടല്ലോ, ഓളായതുകൊണ്ട് എൻ്റെ ഒപ്പം നിൽക്കണത്. എൻ്റെ ഭാര്യ ഉണ്ടല്ലോ, ഓളായതുകൊണ്ട് എൻ്റെ ഒപ്പം നിൽക്കണത്. കാരണം എന്താ അറിയോ, എൻ്റെ സ്വഭാവം ഓക്ക് മാത്രമേ അറിയുള്ളൂ, വേറെ ആർക്കും മനസ്സിലാവില്ല. എൻ്റെ കൂടെ ഒരു പെണ്ണ് 2 ദിവസം കൂടുതൽ നിൽക്കൂല. പക്ഷെ എൻ്റെ ഭാര്യ ഉണ്ടല്ലോ, ഓളെൻ്റെ കൂടെ നിൽക്കണം. എന്തുകൊണ്ടാണെന്നറിയോ, ഓക്ക് എന്നെ അറിയാവുന്നതുകൊണ്ടാണ്. അതെന്താ അറിയോ, നിങ്ങളൊന്ന് ആലോചിച്ച് നിങ്ങളെ ഭർത്താവിനെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചു നോക്ക്, നിങ്ങളെ സ്വഭാവങ്ങളെക്കുറിച്ച് ചിന്തിച്ചു നോക്ക്. ആ സ്വഭാവങ്ങളിൽ ക്ഷമിക്കാനും സഹിക്കാനും ഗുണദോഷിക്കാനും നിങ്ങളുടെ ഭർത്താവിന് മാത്രമേ കഴിയുള്ളൂ. എന്ന് വെച്ചാൽ പടച്ചോനാണ് നമ്മുടെ ഭർത്താവിനെ തിരഞ്ഞെടുത്തത്. അതിൽ തൃപ്തിപ്പെടുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യുമെന്നറിയോ, സമാധാനം കിട്ടുമെന്നാണ്. എൻ്റെ പടച്ചോ എനിക്ക് കണക്കാക്കിയതാണ് ഈ പുതിയാപ്പിളേനെ. അതിൽ നന്മയുണ്ടാവും തിന്മയുണ്ടാവും. സ്വാഭാവികമായിട്ട് നമ്മൾ നേരത്തെ നിങ്ങൾ നോക്ക്, നിങ്ങളോട് എല്ലാവരോടും ചോദിക്കുകയാണെങ്കിൽ എല്ലാവർക്കും അവനവൻ്റെ ഭർത്താവിനെ കുറിച്ച് കുറ്റം പറയാനുണ്ടാവും, ഉറപ്പാണ്. ഇനി നിങ്ങൾ എന്ത് അറിയോ, ഒരു ദിവസം നിങ്ങളെ പുതിയാപ്പിളേനൊന്ന് വിളിച്ചിട്ട് ഓരോന്ന് ഒറ്റക്കിരുത്തിയിട്ട് ചോദിച്ചു, അവർക്ക് നിങ്ങളെ പറ്റിയും പറയാനുണ്ട്. പക്ഷെ അതവർ പറയില്ല. അത് അവരുടെ ഒരു ക്വാളിറ്റിയാണ്. പറയുന്നവരുണ്ടാകാം, പക്ഷെ പറയാത്ത ഭർത്താക്കന്മാരായിരിക്കും ഒരു 60% എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാനങ്ങനെ പറയാത്തതുകൊണ്ട് ഞാനങ്ങനെ ചിന്തിക്കുന്നു എന്ന് നിങ്ങളാരും തെറ്റിദ്ധരിക്കരുത്. അങ്ങനെയാണ് പലപ്പോഴും ഭർത്താക്കന്മാരുണ്ടാകുക. ഇതെന്താ വെച്ചാൽ ഭാര്യമാരുടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ഭാര്യയും ഭർത്താവും തെറ്റിക്കഴിഞ്ഞാൽ അവർക്ക് എന്താണെന്നറിയോ, 3ാമത് ഒരാളോട് പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരു സ്വസ്ഥതയും സമാധാനം കിട്ടൂല. അതങ്ങനെയാണ്. അത് ചില പെണ്ണുങ്ങളുടെ ഒരു പ്രശ്നമാണ്. ഈ മലപ്പുറത്തുള്ള പെണ്ണുങ്ങളെ കുറിച്ചല്ലോട്ടെ ഞാൻ പറയുന്നത്, വേറെ ചില പെണ്ണുങ്ങളുടെ ഒക്കെ ഒരു പ്രശ്നമാണ്. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിധിച്ചതിൽ തൃപ്തിപ്പെടുക എന്നത് വളരെ പ്രധാനമാണ്. എൻ്റെ ഭർത്താവിന് എൻ്റെ റബ്ബാണ് എനിക്ക്. നിങ്ങൾ നോക്ക്, മനുഷ്യനെ സൃഷ്ടിച്ച, മനുഷ്യൻ്റെ മനസ്സിനെ സൃഷ്ടിച്ച, എന്നെ സൃഷ്ടിച്ച, എൻ്റെ മനസ്സിനെ സൃഷ്ടിച്ച ഏകനായ റബ്ബിനാണ് അറിയുന്നത് ഞാൻ ആരുടെ കൂടെ ജീവിക്കണം, ആരുടെ കൂടെ ജീവിച്ചാലാണ് എൻ്റെ ജീവിതം സമാധാനപൂർണ്ണമാവുക എന്നത് റബ്ബിന് മാത്രമേ അറിയുള്ളൂ. ആ റബ്ബാണ് എനിക്ക് ഈ ഭാര്യനെ തന്നത്. അങ്ങനെ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനം ഉണ്ടാവും. ഞാനിങ്ങനെ ചിന്തിക്കുന്നത് എന്താ അറിയോ, ഒരു 10-45 വയസ്സായിട്ട് ചില ഉമ്മമാർ പറയാൻ എന്താ അറിയോ, എന്തെങ്കിലും ഇപ്പം എന്താ വെച്ചാൽ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കടയിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ പിന്നെ ഭാര്യമാരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഫസ്റ്റ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഏതാ ചോദ്യം എന്നറിയോ, നമ്മൾ എന്താണോ തന്ന ലിസ്റ്റിൽ വാങ്ങാത്തത് അത് മാത്രമാണോ അവർ ചോദിക്കുക. നിങ്ങൾ ലിസ്റ്റ് തന്നിട്ടുണ്ടാവല്ലോ സാധനം വാങ്ങാൻ, ആ ലിസ്റ്റിൽ എന്താണോ ഞങ്ങൾ വാങ്ങാത്തത് അതാണ് നിങ്ങൾ ചോദിക്കുക. സ്വാഭാവികമായിട്ട് അവിടെ ഒരു ചെറിയൊരു സൗന്ദര്യപ്പണക്കോ സംസാരമൊക്കെ ഉണ്ടാവും. അപ്പോൾ പറയുന്ന ഒരു ഡയലോഗ് എന്താ അറിയോ, അന്ന് തന്നെ എൻ്റെ ബാപ്പ പറഞ്ഞീനി, ഏത് അപ്പുറത്തെ വീട്ടിലെ മെമ്മക്കാൻ്റെ മോനെ കെട്ടിക്കോ ഞാൻ സമ്മതിക്കാതിരുന്നതാ. എനിക്ക് അന്നെങ്ങാനും മൂപ്പരെ കെട്ടി ജീവിക്കുകയാണ് എന്തൊരു സന്തോഷമുള്ള ജീവിതം കിട്ടായിരുന്നു. ഇതൊക്കെ എന്തെന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ അങ്ങനെ ഒരു ബോധമൊന്നുമില്ലാതെ പറഞ്ഞായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരിക്കലും എന്ത് ചെയ്യരുത്, നമ്മൾ അങ്ങനെയൊന്നും എന്ത് ചെയ്യരുത്, പറയരുത് എന്നാണ്. സ്വാഭാവികമായിട്ടും ഭർത്താക്കന്മാരും പറയും, എനിക്ക് വേറെ പല പെണ്ണുങ്ങളെയും പലരും കാണിച്ചു തന്നിട്ട് ഞാൻ ഓരോന്നും കെട്ടാതെ എന്നെ കെട്ടിയുണ്ടെങ്കിൽ ഞാനിപ്പോൾ കുടുങ്ങി എന്ന് പറയുന്ന ഭർത്താക്കന്മാരുണ്ട്. ഞാൻ അത് നിഷേധിക്കുന്നത്. ഞാൻ പറയണത് വെച്ചാൽ ഒരിക്കലും നമ്മുടെ നാവിന്ന് എന്ത് ചെയ്യരുത്, അങ്ങനത്തെ ഒന്നും വരരുത് എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. നാലാമത്തെ ഒരു പോയിന്റ് എനിക്ക് പറയാനുള്ളത് എന്താ അറിയോ, ജീവിതത്തിൽ സ്വസ്ഥതയെ സമാധാനമൊക്കെ കിട്ടണമെങ്കിൽ നാലാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ, ഇബാദത്തുകളുടെ വിഷയത്തിൽ നമുക്ക് ശ്രദ്ധയും സൂക്ഷ്മതയും ഉണ്ടാവുക എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം, തഫറഖ് ലി ഇബാദത്തി, എനിക്ക് ഇബാദത്ത് ചെയ്യുന്നതിൽ നിങ്ങൾ മുഴുകുക. അംലഉ സദറക ഗിന, ഞാൻ നിങ്ങളുടെ മനസ്സിൽ സമാധാനം നിറച്ചു തരും. വഅസുദ്ദ ഫഖറക, ഞാൻ നിങ്ങളുടെ ദാരിദ്ര്യത്തെ ഇല്ലായ്മ ചെയ്യും. നിങ്ങളൊന്ന് ആലോചിച്ചു, നമ്മുടെ ഇബാദത്തിൻ്റെ വിഷയത്തിൽ നമുക്ക് എത്രത്തോളം ശ്രദ്ധയും സൂക്ഷ്മതയുണ്ട്. 5 നേരത്തെ നിസ്കാരങ്ങൾ പരിശോധിച്ച് നോക്കി. നമ്മുടെ സുബഹി നിസ്കാരം എത്ര മണിക്കാണ്, നമ്മുടെ ഇഷ എത്ര മണിക്കാണ്? ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട നിസ്കാരമാണ് സുബഹി നമസ്കാരം. നമ്മുടെ വീട്ടിലൊരു ജമാഅത്ത് നമസ്കാരം ഉണ്ടോ? എങ്ങനെയാണെന്നറിയാം, നമ്മുടെ വീട്ടിലൊക്കെ നിസ്കാരം ഉമ്മക്ക് തോന്നിയ സമയത്ത് നിസ്കരിക്കും, മക്കൾക്ക് തോന്നിയ സമയത്ത് നിസ്കരിക്കും. അല്ല, വീട്ടിൻ്റെ ഉള്ളിലൊരു പള്ളി ഉണ്ടാകണം. വീട്ടിൻ്റെ ഉള്ളിൽ നിസ്കരിക്കാൻ വേണ്ടി മാത്രമായിട്ടൊരു സ്ഥലം ഉണ്ടാകണം. അതെന്താ നമുക്ക് ഉണ്ടാക്കിയാൽ? എല്ലാവർക്കും അതെ, നമുക്ക് 3 റൂമേ ഉള്ളൂ, സൗകര്യത്തിൻ്റെ കുറവുണ്ട്, പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഒരു മുസല്ലട്ട് നിസ്കരിക്കാൻ പറ്റിയ ഒരു സംവിധാനം എന്ത് ചെയ്യണം, എപ്പോഴും ഒരേ സ്ഥലത്ത്
ആളുകൾക്ക് നിസ്കരിക്കാൻ പറ്റുക, വീട്ടിലെല്ലാവർക്കും നിസ്കരിക്കാൻ പറ്റിയ ഒരു സംവിധാനം നമ്മൾ കാണണം. എന്നിട്ട് എന്ത് ചെയ്യാന്നറിയോ, അവിടുന്ന് ഇമാമ നിന്ന് മക്കളൊക്കെ മാമുമായി നിന്നിട്ട് നിസ്കരിക്കുമ്പോൾ കിട്ടുന്നൊരു സമാധാനമുണ്ട്. അവിടെ പടച്ചോ നമുക്ക് തരുന്നൊരു സമാധാനമുണ്ട്, പടച്ചോ നമുക്ക് തരുന്നൊരു ബർക്കത്തുണ്ട്, നമ്മുടെ വീട്ടിലേക്ക് വരുന്നൊരു റഹ്മത്തുണ്ട്. അത് വലിയ പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം എന്ന് വെച്ചാൽ, ഇബാദത്തുകളുടെ വിഷയത്തിൽ, നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ ശ്രദ്ധയും സൂക്ഷ്മതയും കൃത്യതയും നിത്യതയും കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. കാരണം അത് നമ്മുടെ വ്യക്തി ജീവിതത്തിലും നമ്മുടെ കുടുംബ ജീവിതത്തിലും നമ്മുടെ വീട്ടിലും സമാധാനവും സ്വസ്ഥതയും ആനന്ദവും കടന്നു വരാനുള്ള വഴിയാണ്, മാർഗമാണ്. അതേപോലെ തന്നെ റഹ്മത്തിൻ്റെ മലക്കുകൾക്ക് നമ്മുടെ വീടുകളിലേക്ക് ഇറങ്ങി വരാനുള്ള വഴിയും വെളിച്ചവുമാണ് എന്ന കാര്യം നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. അതുകൊണ്ട് ഇബാദത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് സൂക്ഷ്മത ഉണ്ടാകണം. ഇതിൽ എനിക്ക് പറയാനുള്ള ഒരു ഹദീസ് എന്താ അറിയോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, റഹിമല്ലാഹു ഇംറഅതൻ, ഒരു പെണ്ണിനെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ, ഖാമത്തു മിനൽ ലൈൽ, അവൾ രാത്രി എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കും. എന്നിട്ട് എന്ത് ചെയ്യുമെന്നറിയോ, ഭർത്താവ് ഉറങ്ങിക്കിടക്കുന്ന ഭർത്താവിനെ പോയിട്ട് വിളിക്കും. ഭർത്താവ് എഴുന്നേൽക്കാതിരിക്കുമ്പോൾ എന്ത് ചെയ്യുമെന്നറിയോ, ബാത്റൂമിൽ പോയിട്ടൊരു കോപ്പയിൽ വെള്ളം എടുത്തിട്ട് വനലഹത്ത് അലാ വജിഹിൽ മാ, അവൻ്റെ മുഖത്ത് വെള്ളം തളിക്കും. ഏത് കോപ്പയിൽ വെള്ളം കൊണ്ടുവന്നിട്ട് ഭർത്താവിൻ്റെ മുഖത്ത് വെള്ളം തളിച്ചിട്ട് എഴുന്നേൽപ്പിക്കും. ഇപ്പം പലരും ഉള്ളിൻ്റെ ഉള്ളിൽ പറയാന്തറിയോ, വെള്ളം തളിച്ചതേ ഓർമ്മ ഉണ്ടാവുള്ളൂ അല്ലേ. എന്നിട്ട് എഴുന്നേൽപ്പിച്ച് നിസ്കരിപ്പിക്കും. എന്ത്? തഹജ്ജുദ്. ഞാൻ ഇവിടെ ഉള്ളവരോട് പറയണെന്തറിയോ, നിങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കാൻ നിങ്ങൾ വിളിച്ചില്ലെങ്കിലും നിങ്ങളെ ഭർത്താവിന് എന്ത് അറിയോ, സുബഹിക്ക് നിങ്ങൾ എഴുന്നേൽപ്പിക്കാം, എന്നിട്ട് പള്ളിയിൽ പറഞ്ഞേക്കുക. അത് വളരെ പ്രധാനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ഹദീസിൽ കാണാം, അഫ്കലുസ്സലാത്തി അലൽ മുനാഫിഖീൻ, മുനാഫിഖീങ്ങൾക്ക് ഏറ്റവും ഭാരമുള്ള നമസ്കാരം 2 നേരത്തെ നമസ്കാരമാണ്. ഒന്ന് സ്വലാത്തുൽ ഇശ, 2 സ്വലാത്തുൽ ഫജ്ർ, സുബഹി നമസ്കാരം, അതേപോലെ തന്നെ ഇശ നമസ്കാരം. ഈ 2 നമസ്കാരങ്ങളും നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്, നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ മക്കളെ നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. ഉമ്മമാരെ, ഞങ്ങൾ രാവിലെ പോയാൽ വൈകുന്നേരമേ വരുള്ളൂ, ചിലപ്പോൾ രാത്രിയേ വരുള്ളൂ. 24 മണിക്കൂർ ഞങ്ങളെ മക്കൾ നിങ്ങളുടെ കയ്യിലാണ്. അതുകൊണ്ട് നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം മക്കളെ, അത് വളരെ പ്രധാനമാണ്. ഇത് പറയുന്ന എന്താ അറിയോ, ഇത് പറയുന്ന എന്താ വെച്ചാൽ, പല ഉമ്മമാരും പറയാൻ അറിയോ, എന്താ എൻ്റെ കെട്ടിയനെന്താ പണി, മൂപ്പർക്ക് നിസ്കരിപ്പിച്ചൂടെ, നിസ്കാരത്തിൻ്റെ കാര്യം ശ്രദ്ധിച്ചൂടെ, ഞാൻ തന്നെ നോക്കണോ എന്ന് വിചാരിക്കും. പക്ഷേ ഉമ്മമാരെ, നിങ്ങൾ നോക്ക്, നിങ്ങളുടെ മക്കൾ അടുത്തിരുത്തി നിങ്ങൾ പറയുന്നത് അനുസരിക്കുന്നത് പോലെ ഒരു വാപ്പ പറയുന്നത് അനുസരിക്കുന്നതിൽ ചില പരിമിതികളുണ്ട്. നിങ്ങളിൽ നിന്ന് ഒഴുകുന്നത് അളവറ്റ സ്നേഹമാണ്, കാരുണ്യമാണ്, ആർദ്രതയാണ്. നിങ്ങൾ അടുത്തിരുന്നിട്ട് കുട്ടീൻ്റെ തലയെടുത്ത് മടിയിൽ വെച്ച് ഒന്ന് തലോടിയിട്ട് ഈ എന്ന് അസറിസ്കരിച്ചിനോ, ഇല്ലല്ലോ. അസറിസ്കരിക്കാതിരിക്കാൻ പറ്റുമോ? പറ്റൂലല്ലോ. എൻ്റെ കുട്ടി നിസ്കരിക്കണ്ടിട്ടോ, അത് മാത്രം പറഞ്ഞാൽ മതി, ആ കുട്ടി എന്നിട്ട് നിസ്കരിക്കും. വാപ്പ അങ്ങനെയല്ല. വാപ്പ എന്ത് ചെയ്യുമെന്നറിയോ, പേരക്കേൻ്റെ ഒരു കമ്പ് ഇങ്ങോട്ട് പൊട്ടിച്ചിട്ട് വന്നിട്ടാണ് എന്ത് ചെയ്യുക, നിസ്കാരത്തിൻ്റെ അടിച്ചിട്ടേ ചോദിക്കോളും ചെയ്ത് നിസ്കരിച്ചോളും. മനസ്സിലായോ? അങ്ങനെ 2 പ്രശ്നമുണ്ട്. അതുകൊണ്ട് കൈകാര്യം ചെയ്യുന്നിടത്ത് വളരെ സുതാര്യമായി, വളരെ മനോഹരമായി ഈ വിഷയങ്ങളൊക്കെ വളരെ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റിയ ഉമ്മമാരെ ഇങ്ങക്കാണ്. അതുകൊണ്ട് മക്കൾ നിസ്കരിപ്പിക്കുന്ന വിഷയത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ ചില കള്ളന്മാരുണ്ടാകും നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ മക്കളുടെ കൂട്ടത്തിൽ. അവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, അവരുടെ കള്ളത്തരം പിടിക്കണമെന്ന് മാത്രമല്ല, അത് പൊളിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയണം. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. കളവ് പറയും, നിസ്കരിച്ചു എന്ന് പറഞ്ഞാൽ നിസ്കരിക്കാതെ നിസ്കരിച്ചു എന്ന് പറയുന്നൊക്കെ ഉണ്ടാവും. ഞാൻ അങ്ങനെ ദീർഘമായി പോകുന്നില്ല, വളരെ കുറഞ്ഞ സമയമേ ഉള്ളൂ, അതിൻ്റെ ഉള്ളിൽ ഈ വിഷയങ്ങളൊക്കെ തീർക്കാനുണ്ട്. അപ്പോൾ ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ള അടുത്തൊരു പോയിൻ്റ് എന്താ അറിയോ, 4 കാര്യങ്ങൾ നമ്മളിവിടെ പറഞ്ഞു. ഇബാദത്തിൻ്റെ കാര്യം പറഞ്ഞു. അതേപോലെ തന്നെ 4ാമത്തൊരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ള എന്താ അറിയോ, മറ്റുള്ളവരോട് ഏറ്റവും മാന്യമായ രൂപത്തിൽ പെരുമാറാൻ നമുക്ക് കഴിയണം. ഭാര്യ ഭർത്ത് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ, ഭാര്യമാരെ, നിങ്ങളിൽ നിന്ന് ഭർത്താക്കന്മാർ ആഗ്രഹിക്കുന്ന 3 കാര്യങ്ങളുണ്ട്. 1 റെസ്പെക്റ്റ്, അത് ബഹുമാനമാണ്. ഏത് ഭർത്താവും ഭാര്യയിൽ നിന്ന് ആഗ്രഹിക്കുന്നത് റെസ്പെക്റ്റ്, ബഹുമാനമാണ്. ബഹുമാനം എന്നുള്ളത് അത് ചോദിച്ചിട്ട് കൊടുക്കേണ്ടതല്ല, അത് അറിഞ്ഞു കൊടുക്കേണ്ടതാ. ആരാ എൻ്റെ ഭർത്താവ്, ആരാ എൻ്റെ ഭർത്താവ്, അത് നമ്മൾ മനസ്സിലാക്കണം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ദീന് പഠിക്കാൻ ഒരു സഹോദരി വന്നു. ദീനൊക്കെ പഠിച്ചിട്ട് തിരിച്ചു പോകുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിക്കുന്ന ചോദ്യം എന്താ അറിയോ, അതാ തുസൗജിൻ നന്തി, നിനക്ക് ഭർത്താവുണ്ടോ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, അതെനിക്ക് ഭർത്താവുണ്ട്. അടുത്ത ചോദ്യം എന്താ അറിയോ, കൈഫ അൻതി ലഹു,
നിന്റെ ഭർത്താവിനോട് നീ എങ്ങനെയാണ് പെരുമാറാറുള്ളത്? അവർ പറഞ്ഞെന്താ അറിയോ? ലാ ആലു ലാ ഉഖസ്സിറു ഫീ ഖിദ്മത്തിഹി ഷൈഅ. എൻ്റെ ഭർത്താവിനെ സ്നേഹിക്കുന്നതിൽ, എൻ്റെ ഭർത്താവിനെ പരിചരിക്കുന്നതിൽ, എൻ്റെ ഭർത്താവിനെ അനുസരിക്കുന്നതിൽ, എൻ്റെ ഭർത്താവിനെ റെസ്പെക്റ്റ് ചെയ്യുന്നതിൽ ഒരു കുറവും ഞാൻ ഇന്നുവരെ വരുത്തിയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വഅലമി, ഏ സഹോദരി നീ പഠിച്ചു വെക്കണം, അന്നഹു ഹുവ ജന്നതുകി വനാറുകി, നിന്റെ സ്വർഗമാണ് നിന്റെ ഭർത്താവ്, നിന്റെ നരകമാണ് നിന്റെ ഭർത്താവ്. പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മുടെ ഭർത്താവ്, നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ സ്വർഗമാണ്. എൻ്റെ സ്വർഗമാണ് എൻ്റെ ഭർത്താവ് എന്ന് തിരിച്ചറിഞ്ഞൊരു പെണ്ണിന് ആ സ്വർഗത്തെ റെസ്പെക്റ്റ് ചെയ്യാൻ കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതാരാ? അതെൻ്റെ കെട്ടിയോനാണ്. ആ കൺസെപ്റ്റ് അല്ല, എനിക്ക് എൻ്റെ സ്വർഗമാണത്. അങ്ങനെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കെ, ഭർത്താവിന് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് റെസ്പെക്റ്റ് ചെയ്യാൻ കഴിയും. ഇപ്പോൾ സാധാരണ പറയലുണ്ട്, നമ്മളൊരു ക്ലാസ്സിൽ ക്ലാസ് റൂമിൽ ഞാനിങ്ങനെ ക്ലാസ് എടുക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഒരു കുട്ടീൻ്റെ പേന നിലത്തേക്കൊണ്ട് മെല്ലെ ഞാൻ എടുത്തു കൊടുത്ത് കുട്ടീൻ്റെ കയ്യിലേക്ക് എടുത്തു കൊടുക്കും. സ്വാഭാവികമായിട്ട് ഒരു ടീച്ചർ, ഒരു അധ്യാപകൻ എടുത്തു കൊടുക്കും. അപ്പോൾ അത് കണ്ടിട്ട് വേറെ കുട്ടി പറയാണ്, സാറേ എൻ്റെ ബാഗിലുണ്ട് മാത്സിൻ്റെ നോട്ടാണ്, നിങ്ങൾ എടുത്തു തരുമെന്ന് ചോദിച്ചാൽ, ഇതേ സമീപനാണ് സമൂഹത്തിൽ നിന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ചോദിക്കണം, അനക്കൊന്നും എന്നെ ആദരിച്ചൂടെ, എന്നോടൊന്ന് നല്ലോണം പെരുമാറിക്കൂടെ എന്ന് ഭർത്താവ് ഭാര്യനോട് ചോദിക്കേണ്ട ഒരവസ്ഥ അങ്ങനെ ഒരിക്കലും ഉണ്ടാകരുത്. ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ സ്വർഗമാണ്, അവരെ നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യണം. രണ്ടാമത്തെ കാര്യം എന്താ അറിയോ? അവരെ അനുസരിക്കുക എന്നുള്ളതാണ്. ഇത് പറയുമ്പോഴാണ് ഉള്ളിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ മനസാക്ഷി കുത്തൊക്കെ പലർക്കും ഉള്ളിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടാകുക. നിങ്ങൾ പറഞ്ഞതിൻ്റെ തൊട്ടുള്ള റെസ്പെക്റ്റൊക്കെ ഉണ്ട്, അനുസരിക്കുക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒക്കെ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഒന്നൊന്നൊന്നൊന്ന് എന്ത് ചെയ്യും, ഒന്നങ്ങട് പ്രശ്നമായി പോകുന്നതാണ്. ഈ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ പറയുക, വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഞാൻ പറയാണ്. നമ്മുടെ ശത്രു ആരാ? നമ്മുടെ ശത്രു ആരാ? ഭർത്താവിൻ്റെ ഉമ്മ അല്ലേ, അമ്മായിമ്മ, അല്ലെങ്കിൽ നാത്തൂന്? ഒരിക്കലുമല്ല. നമ്മുടെ ശത്രു ആരാന്നറിയോ? പിശാചാണ്, ഇബിലീസാണ് നമ്മുടെ ശത്രു. ഇബിലീസിൻ്റെ പണി എന്താ അറിയോ? മാ യുഫർരിഖൂന ബിഹി ബൈനൽ മർഇ വസൗജി, ഭാര്യനെയും ഭർത്താവിനെയും തെറ്റിക്കുക, കുടുംബം തെറ്റിക്കുക, കുടുംബം കലക്കുക. ഇതാണ് ഇബിലീസിൻ്റെ കൂട്ടരെയും പണി. ഇബിലീസിൻ്റെ പണി എന്താ വെച്ചാൽ കുടുംബം തെറ്റിക്കലാണ്. ഇബിലീസ് നമ്മളെടുത്ത് വന്നിട്ട് എന്താ പറഞ്ഞു തരാന്നറിയോ? എന്താ പറഞ്ഞു തരിക? നമ്മളെടുത്ത് വന്നിട്ട് പറയും, എന്താ പറഞ്ഞു തരിക? നിസ്സാരമായൊരു പ്രശ്നം നമുക്കിടയിൽ ഉണ്ടായാൽ മതി. നിങ്ങൾ വെള്ളിയാഴ്ച എന്ത് ചെയ്യുന്ന വെച്ചാൽ ഭർത്താവിനെ വിളിക്കും, പിന്നെ കക്ക ഇന്ന് വെള്ളിയാഴ്ചയാണ്, നാളെ ശനിയും ഞായറുമാണ്, ഞാനൊന്ന് എൻ്റെ കുടിക്ക് പോയിക്കോട്ടെ എന്ന് ചോദിക്കും, ഞാൻ എൻ്റെ വീട്ടിൽ പോയിക്കോട്ടെ എന്ന് ചോദിക്കും. അപ്പോൾ എന്താ പറയാന്ന് വെച്ചാൽ, ഫാത്തിമ നാളെ ശനിയാഴ്ചയാണ്, മറ്റന്നാൾ ഞായറാഴ്ചയാണ്, 2 ദിവസം മദ്രസ ഉണ്ട്, ആകെ കുട്ടിക്ക് 2 ദിവസമാണ് മദ്രസ ഇട്ട ഉണ്ട്, ഞായറാഴ്ച നമുക്ക് രണ്ടാൾക്ക് ഒന്നിച്ച് പോയിട്ട് തിങ്കളാഴ്ച തിരിച്ചു വന്നാൽ പോരെ എന്നെന്ത് ചെയ്യുക? എല്ലാവരും കൈവിൻ്റെ പരമാവധി കൊടുക്കണം കേട്ടോ, എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കാതിരിക്കരുത്. അപ്പോൾ അങ്ങനെ പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഭർത്താവ് പറയാണ്, ശനിയും ഞായറും പോകണ്ട, ഞായറാഴ്ച എന്ത് ചെയ്യാം, മദ്രസ വിട്ടിട്ട് പോകാൻ. അന്ന് എന്ത് ചെയ്യുന്നത്? ഫസ്റ്റിൽ തന്നെ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, ആയിക്കോട്ടെ എന്നാൽ ഞാൻ പോകുന്നില്ല. പിന്നെന്താ അറിയോ? പിന്നെന്താണെന്ന് വെച്ചാൽ അന്ന് രാത്രി എന്തെന്ന് വെച്ചാൽ അപ്പുറത്തെ ജമീലാനെ, ഇപ്പുറത്തെ ഫാത്തിമാനെ, കുടുംബത്തിലൊരു നാത്തൂനെ, മൂത്താപ്പാൻ്റെ മോളൊക്കെ ഇങ്ങനെ വിളിക്കും. വിളിച്ചപ്പോൾ പറയും, അന്നെ വിട്ടിയില്ലേ, ഓൻ അങ്ങനെ തന്നെയാണ്. എന്നിട്ട് എന്തെന്ന് വെച്ചാൽ ഞാനൊക്കെ ഉണ്ടല്ലോ, ഞാനൊക്കെ എൻ്റെ പുതിയാപ്പിളനെ എൻ്റെ പിടിച്ച വടിയിൽ ഇങ്ങനെ നിർത്തിയിരിക്കാൻ, ഞാൻ പറഞ്ഞതിൻ്റെ അപ്പുറത്തേക്ക് മൂപ്പർ പോവില്ല. പിന്നെ ഇങ്ങനെ പോയാൽ ഉണ്ടല്ലോ അന്നെ ഇവിടുത്തേക്ക് മൂപ്പർ വിടൂല കേട്ടോ, അതുകൊണ്ട് ഇങ്ങനെ നിന്നിർക്കരുത്, കുറച്ചൊക്കെ നമുക്കൊരു തൻ്റെയോടൊക്കെ വേണം. ഇതൊക്കെ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇവളോട് പറഞ്ഞു കൊടുക്കും. പിന്നെ ഓക്കെ ഇങ്ങനെ തോന്നുകയാണ്, എന്ത് 10-15 കൊല്ലമല്ലോ ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട്. പിന്നെ എന്തെന്ന് വെച്ചാൽ ശൈത്താൻ അങ്ങോട്ട് തലേക്ക് കയറും. പിന്നെ അടുത്ത ദിവസം അടുത്ത വെള്ളിയാഴ്ച വിളിക്കുമ്പോൾ എന്താ പറയാന്നറിയോ? ആദ്യത്തെ വെള്ളിയാഴ്ച ഞാനും മക്കളും കൂടെ ഒന്ന് പോയിക്കോട്ടെ എന്നോ ചോദിച്ച് അടുത്ത വെള്ളിയാഴ്ച പറയാന്നറിയോ? പിന്നെ നാളെ ശനിയും ഞായറും ആണല്ലോ, ഞാനും എൻ്റെ കുട്ടികളും കൂടെ ഒന്ന് വീട്ടിലേക്ക് പോകുന്നുണ്ട് കേട്ടാ, നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ അങ്ങോട്ട് വന്നോളണ്ടി. നിങ്ങൾ ആലോചിച്ചു, സ്വരം മാറി. സ്വരം എങ്ങനെയാണ് മാറിയേ? എന്നിട്ട് അപ്പം പറയൂ, എന്തിനാ പോകുന്നത്, നമുക്ക് ഒന്നിച്ചു പോയപ്പോൾ മദ്രസ നഷ്ടപ്പെടൂലേ? അപ്പോൾ തിരിച്ചു പറയണത് എന്താ അറിയോ? നിങ്ങളെ കൂടെ 10-20 കൊല്ലമായി ഞാൻ ജീവിക്കാൻ തുടങ്ങിയിട്ട്, ഇന്നു വരെ 10-20 കൊല്ലം ജീവിക്കാൻ തുടങ്ങിയിട്ട് ഇന്നു വരെ നിങ്ങൾ എന്തെങ്കിലും ഒരു ദിവസം ഞാൻ ചോദിക്കാതെ നിങ്ങൾ എൻ്റെ വീട്ടിൽ കൂട്ടിയിട്ടുണ്ടോ? ഇതെന്താ അറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ നരകം കണ്ടിട്ടുണ്ട്, നരകത്തിലെ അധിക പേരും സ്ത്രീകളാണ്. സ്വർഗം കണ്ടിട്ടുണ്ട്, സ്വർഗത്തിലധികവും സ്ത്രീകളാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അതിൽ നിങ്ങൾ ബേജാറാണ്ട. അടുത്ത വാചകം എന്താ അറിയോ? നരകത്തിലെത്താനുള്ള കാരണം എന്താ അറിയോ? യക്ഫുർനൽ ഇഹ്സാൻ വയക്ഫുർനൽ അശീർ.
അവർ നന്മകളെ നിഷേധിക്കുന്നവരാണ്, അവർ ഭർത്താവിനെ നിഷേധിക്കുന്നവരാണ്. അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താ അറിയോ? ലൗ അഹ്സൻത ഇലാ ഇഹ്ദാഹുന്ന ദഹർ, നിന്റെ ഭാര്യയ്ക്ക് ഒരു കൊല്ലം മുഴുവൻ, കാലം മുഴുവൻ നീ നന്മ ചെയ്താലും, സുമ്മ റഅത് മിൻക ശൈഅൻ, പിന്നെ നിന്നിൽ നിന്ന് എന്തെങ്കിലും ഒരു ന്യൂനത നിന്റെ ഭാര്യ കണ്ടാൽ ആ ഭാര്യ പറയും, മാ റഅയ്തു മിൻക ഖൈറൻ ഖത്ത, ജീവിതത്തിൽ ഇന്നുവരെ ഒരു നന്മ നിങ്ങൾ ചെയ്തു തന്നിട്ടില്ല എന്ന് പറയും. അത് നന്ദികേടിൻ്റെ വർത്തമാനമാണ്. അതൊരിക്കലും ഒരു ഭാര്യയും പറയാൻ പാടില്ല എന്നാണ് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പം അനുസരിക്കുക എന്നതിൽ നമുക്ക് തടസ്സമുള്ളത് പിശാചാണ്. അപ്പം പിശാച് എന്നെയും ഭർത്താവിനെ തെറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പലരും എന്ത് ചെയ്യുന്നത്, എനിക്ക് പറഞ്ഞു തരുന്നത്. ഞാനതൊന്നും കേൾക്കരുത് എന്ന് മനസ്സിലാക്കണം. രണ്ടാമത്തെ ഒരു പോയിന്റ് എന്താ അറിയോ? നിങ്ങളെ ഭർത്താവിനെ അനുസരിക്കാനുള്ള ഒരു ടിപ്പും കൂടെ ഞാൻ പറയാം. അതെന്താ അറിയോ? ഭർത്താവ് എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അനുസരിക്കുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ എന്താ ഉണ്ടാകേണ്ടതെന്നറിയോ? എൻ്റെ മുഹമ്മദ് ഖാനെ ഞാൻ അനുസരിക്കുന്നു എന്നല്ല. അങ്ങനെ ചിന്തിച്ച് നിങ്ങൾക്ക് അനുസരിക്കാൻ ശൈത്താൻ സമ്മതിക്കൂല, നിങ്ങളെ മനസ്സും സമ്മതിക്കൂല. മറിച്ച് എന്താ അറിയോ? ഞാൻ എൻ്റെ റബ്ബിനെയാണ് അനുസരിക്കുന്നത്. നിങ്ങളെ ഭർത്താവ് ഒരു കാര്യങ്ങളോട് പറഞ്ഞാൽ അതനുസരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടാകേണ്ടത്, ഞാൻ എൻ്റെ റബ്ബിനെയാണ് അനുസരിക്കുന്നത്, ഞാൻ എൻ്റെ റബ്ബിനെയാണ് അനുസരിക്കുന്നത്. എനിക്ക് സ്വർഗം വേണം, എനിക്ക് പരലോകത്ത് സ്വർഗം കിട്ടണം. മൂന്നാമത്തെ ഒരു പോയിന്റ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള എന്താ അറിയോ? ഈ രണ്ട് പോയിന്റുകൾ ഞാൻ പറഞ്ഞു. ഒന്ന് റെസ്പെക്റ്റ് ചെയ്യണം, അതേപോലെ തന്നെ അനുസരിക്കണം. ഈ മൂന്നാമത്തെ ഒരു പോയിന്റ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള എന്താ അറിയോ? ഒരു ഭർത്താവ് അവരെ അവരുടെ വിലയും നിലയൊക്കെ നമുക്ക് അറിയുന്നൊരു സമയം വരാണ്ട്. അതെപ്പോഴാണെന്നറിയോ? അവർ മരിച്ചിട്ട് ആ മയ്യത്തുണ്ടല്ലോ വീട്ടിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്നൊക്കുന്ന ഒരു ദിവസമുണ്ട്. അന്ന് നമുക്ക് മനസ്സിലാവും ഭർത്താവിൻ്റെ വില. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നൊരു ടീച്ചറുണ്ട്. ഭർത്താവ് മരണപ്പെട്ട ഒരു ടീച്ചറാണ്. ടീച്ചറോട് രണ്ടാം വിവാഹത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ പലപ്പോഴും അവർ നിഷേധിച്ച് അങ്ങനത്തെ ഇതിനെ പറ്റി ചിന്തിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു ദിവസം ഇരുന്നിങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ അവർ പറഞ്ഞൊരു കാര്യം എന്താ അറിയോ? സാർ, നിങ്ങൾ പറഞ്ഞ് ശരിയാണ്. എവിടെ പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിലും ഭർത്താവില്ലാത്തൊരു പെണ്ണാണെങ്കിൽ ആളുകൾ മുഴുവൻ നോക്കുന്നത് വൃത്തികെട്ട കണ്ണുമായിട്ടാണ്. ഒരു ഭർത്താവ് എന്ന് പറഞ്ഞാൽ അതൊരു തണലാണ് എന്ന് എനിക്കിപ്പം മനസ്സിലായി. നിങ്ങളൊന്ന് ആലോചിച്ചു, നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ? നമ്മുടെ ഭർത്താവ് എന്നുള്ളതോ അത് പടച്ചോ അമ്മക്ക് തന്നൊരു തണലാണ്. അതൊരു തണലാണ്. അത് മനസ്സിലാവും എപ്പം എന്നറിയോ? അവരൊരു ദിവസം കൂടെ നഷ്ടപ്പെട്ടോണോ. രാത്രി 12 മണിക്ക് എൻ്റെ മൊബൈലിൽ ഫോണ് എൻ്റെ ഒരു കൂട്ടുകാരനാ വിളിച്ചത്. ഞാൻ ചോദിച്ചേടാ 12 മണിയായില്ലേ, ഈ എന്തിനാ വിളിച്ചതെന്ന് ചോദിച്ചു. എന്നോട് പറഞ്ഞു, താത്താക്ക് നിങ്ങളോടൊന്ന് സംസാരിക്കണം. അപ്പോൾ എനിക്ക് ബേജാറ് വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ആയിക്കോട്ടെ താത്താൻ്റെ അടുത്ത് കൊടുക്ക്. താത്താൻ്റെ കയ്യിൽ ഫോൺ കൊടുത്തിട്ട് ഞാൻ അവരോട് ചോദിച്ചു, എന്തേ പ്രശ്നമെന്ന് ചോദിച്ചു. 3 ദിവസമായിട്ടുള്ള ഭർത്താവ് മരിച്ചിട്ട്, 3 ദിവസമായിട്ട് ഗൾഫിൽ നിന്ന് അറ്റാക്ക് വന്ന് മരിച്ചാണ്. 2 കൊല്ലം സൗദി അറേബ്യയിൽ നിന്നിട്ട് മക്കൾ പറയുന്ന സമ്മാനങ്ങളൊക്കെ വാങ്ങിക്കൂട്ടി ഒക്കെ റെഡിയാക്കി വെച്ച് ഇങ്ങോട്ട് പോരാൻ നിന്നതാണ്. എൻ്റെ ഇടയിലാണ് ഇന്ന് അറ്റാക്ക് വന്നിട്ട് മരിക്കുന്നത്. ഇങ്ങോട്ടൊന്ന് ആലോചിച്ച് നോക്കണം. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ്? മനസ്സിൻ്റെ ഉള്ളിൽ സങ്കടവും വേദനയൊക്കെ ഉണ്ടാകും. അവർ പറഞ്ഞെന്തറിയോ? എനിക്ക് അതൊന്നുമല്ല പ്രശ്നം. അവർ പറഞ്ഞിട്ട് പിന്നെ പൊട്ടാണ്. പിന്നെ പറയണമെന്ന് വെച്ചാൽ, ഉസ്താദേ എനിക്കൊരു നല്ല ഭാര്യയാകാൻ കഴിഞ്ഞില്ലേ എന്നുള്ള സങ്കടമാണ്. ജീവിക്കുന്ന കാലം ഒരു നല്ല ഭാര്യ, സ്നേഹം കൊടുക്കുന്ന, അവരാഗ്രഹിക്കുന്നത് ചെയ്തു കൊടുക്കുന്ന ഒരു നല്ല ഭാര്യയാകാൻ കഴിഞ്ഞില്ലേ എന്നുള്ള സങ്കടമാണ് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ളത്. എനിക്ക് പരലോകത്ത് സ്വർഗം കിട്ടുമോ? ഭർത്താവിൻ്റെ തൃപ്തി ഇല്ലാതെ മരിച്ചാൽ സ്വർഗം കിട്ടുമോ? ഇങ്ങോട്ട് നോക്ക്, ഭർത്താവ് മരിച്ച ഒരു ഭാര്യേൻ്റെ സങ്കടമാണത്, വേദനയാണത്. ഇപ്പോൾ ഷെൽട്ടർ ഇന്ത്യൻ്റെ വിഡോ കെയറിൽ 10-50 ലേഡീസിനെ നമ്മുടെ ഭാര്യമാരൊക്കെ വിളിച്ചിട്ട് അവരോട് സംസാരിക്കുമ്പോണ്ടല്ലോ, ഒരു ഭർത്താവില്ലാത്ത ഭാര്യൻ്റെ വില നമുക്ക് അവിടുന്ന്, ഒരു ഭർത്താവിൻ്റെ വില, നഷ്ടപ്പെട്ടു പോയതിൻ്റെ വേദനയും സങ്കടം ഉണ്ടല്ലോ, അവരെ സംസാരത്തിൽ നമുക്ക് മനസ്സിലാവും. ഒരു യാത്ര ചെയ്യണമെങ്കിൽ ആരെങ്കിലും വിളിക്കണം പ്രിയപ്പെട്ടവരെ. ഒരാണിൻ്റെ കൂടെ യാത്ര ചെയ്യാൻ, ഒരു ദിവസം യാത്ര ചെയ്യണമെങ്കിൽ, ഒരു രാത്രി പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ ഭർത്താവിൻ്റെ തുണയില്ലാതെ നമുക്ക് ഇറങ്ങാൻ പറ്റുമോ? അതാ ഞാൻ പറയണത് അറിയോ? ജീവിക്കുന്ന കാലത്ത് അവരുടെ വില നമുക്ക് തിരിച്ചറിയാൻ പറ്റിയിട്ടില്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഖേദിക്കും, നമ്മൾ സങ്കടപ്പെടും അല്ലേ? ഇങ്ങോട്ട് നോക്ക്, ക്യാൻസർ വാർഡിൽ ഇങ്ങനെ കിടക്കാണ്. ആ സമയത്താണ് ഇങ്ങനെ വരാന്തയിൽ കൂടെ നടക്കുമ്പോൾ ഓർമ്മ വരിക എന്താ അറിയോ? പടച്ചോനെ നല്ല കാലത്തൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റിയില്ലല്ലോ. അതുകൊണ്ട് അങ്ങനത്തെ ഒരു അവസ്ഥ ഒരിക്കലും സഹോദരിമാർ ഇങ്ങൾക്ക് ഉണ്ടാകരുത്. ജീവിതകാലത്ത് എന്ത് ചെയ്യാന്നറിയോ? പടച്ചോ എനിക്ക് തന്ന ഇതാണ്, അതിൽ കുറ്റം ഉണ്ടാവും, കുറവുണ്ടാവും.
നേരെ തിരിച്ചു നമ്മൾ ചിന്തിക്കുക, എൻ്റെ അടുത്തും കുറ്റവും കുറവൊക്കെ ഉണ്ടല്ലോ, അതിലെ നന്മകൾ മുഴുവൻ ഞാൻ എടുക്കുക, അതിലെ തിന്മകളൊക്കെ ഞാൻ കണ്ണീമ്യ, ഗുണദോഷിക്കേണ്ടതൊക്കെ ഗുണദോഷിച്ചു കൊടുക്കുക, പറഞ്ഞു കൊടുക്കേണ്ടതൊക്കെ പറഞ്ഞു കൊടുക്കുക. അതാണല്ലോ നമ്മുടെ ഉത്തരവാദിത്തം. അത് തൃപ്തിപ്പെട്ട് ജീവിക്കുക എന്നുള്ളതാണ് ഈ ദുനിയാവിൽ നമ്മുടെ ഉത്തരവാദിത്തം. അങ്ങനെ മനസ്സിലാക്കി ജീവിക്കുമ്പോൾ എന്താ അറിയോ, ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനമൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ, പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഭർത്താവിനെ അനുസരിക്കുക എന്നുള്ള കാര്യം. മാത്രമല്ല എന്താ പറയുക, മൂന്നാമത്തെ ഒരു പോയിന്റ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള എന്താ പറയുക, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു ഭർത്താവ് ഒരു പെണ്ണിൽ നിന്ന് ആഗ്രഹിക്കുന്ന മൂന്നാമത്തെ ഒരു കാര്യം ശാരീരികമായ സംതൃപ്തിയാണ്. മാനസികമായി സംതൃപ്തിപ്പെടുത്തുന്നതോടൊപ്പം തന്നെ ശാരീരികമായും തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ സംതൃപ്തിപ്പെടുത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്താ അറിയോ, ഇന്ന് കേരളത്തിലെ പുതിയൊരു സെൻസസ് എന്താ അറിയോ, അഭിസാരി പെണ്ണിൻ്റെ, വൃത്തികെട്ട പെണ്ണുങ്ങളെടുത്ത് പോകുന്ന ആൾക്കാരുടെ കണക്കുകൾ എടുത്ത് പരിശോധിച്ചപ്പോൾ 65-70% ആളുകളും പോകുന്ന ആൾക്കാരാരാന്നറിയോ, വിവാഹിതരാണെന്നാണ്. വൃത്തികെട്ട പെണ്ണിൻ്റെ വാതിൽ പോയി മുട്ടുന്നവരുടെ കൂട്ടത്തിൽ 65-70% വിവാഹം ചെയ്ത ആളുകളാണെന്നാണ്. അതെന്താ പ്രശ്നം? നിലവിൽ വൈവാഹിക ജീവിതത്തിലെ സമാധാനവും സംതൃപ്തിയും അവർക്ക് ലഭിക്കുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. അത് വലിയ പ്രശ്നമാണ്. എന്തിനാ സഹോദരങ്ങളെ കുടുംബ ജീവിതം എന്ന് പറയുന്നത്? എന്തിനാ കുടുംബം? എന്തിനാ ഭാര്യ ഭർത്തൃ ജീവിതം? ഖുർആൻ പറഞ്ഞെന്താ അറിയോ, വമിൻ ആയാത്തിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജ ലിതസ്കുനു ഇലൈഹ. ജീവിതം ആസ്വദിക്കുവാനാണ് കുടുംബം എന്ന സംവിധാനത്തെ അള്ളാഹു സംവിധാനിച്ചതെന്നാണ്. ലോകത്തെ ഏറ്റവും വലിയ ആസ്വാദനം ഏതാണെന്നറിയോ? അത് ഭാര്യ ഭർത്തൃ ജീവിതമാണെന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചത്. അതിൻ്റെ അത്ര ആസ്വാദ്യകരമായ മറ്റൊരു ആസ്വാദനം ലോകത്ത് വേറെ ഇല്ല എന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അത് ലഭിക്കൂലെങ്കിൽ പിന്നെ എന്തിനാ ദാമ്പത്യ ജീവിതം കൊണ്ട് എന്താ അർത്ഥം? അതുകൊണ്ട് പ്രിയപ്പെട്ട ഭാര്യമാരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താ അറിയോ, ഒരു ഭാര്യയും ഭർത്താവും കൂടെ എൻ്റെ അടുത്ത് വന്നിട്ട് കുറച്ചു നേരം സംസാരിച്ചപ്പോഴേ അയാൾ എന്നോട് പറയണം എന്താ അറിയോ, ഉസ്താദെ മുന്നോട്ട് പോവില്ല. ഞാൻ ചോദിച്ചാൽ എന്താ മോനെ ഇങ്ങനെ പറയാൻ എന്താ കാരണം? ഉസ്താദ് ഒരു വൃത്തിയില്ല, ഒരു വൃത്തിയും വെടുപ്പും വേണ്ടേ? അപ്പം ഞാൻ ചോദിച്ചു, ഈ വൃത്തിയും വെടുപ്പൊക്കെ അനക്കുണ്ടോ? ഉസ്താദെ ഞാൻ കുളിക്കാതെ എൻ്റെ ബെഡ്റൂമിൽ ഞാൻ കയറൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചത് വീട്ടിലേക്ക് കയറി ചെന്ന് ആദ്യം ചെയ്യേണ്ട പല്ലേക്കണമെന്ന. ഞാൻ പല്ല് തേക്കാതെ മിസ്വാക്ക് ചെയ്യാതെ ഞാൻ എൻ്റെ ബെഡ്റൂം കയറാറില്ല. ഞാൻ എൻ്റെ ശരീരം മുഴുവൻ വൃത്തിയാക്കി നല്ല സ്പ്രേ അടിച്ച് നല്ല ഡ്രസ്സ് ധരിച്ച് അവൾ ആഗ്രഹിക്കുന്ന രൂപത്തിലുള്ള വസ്ത്രം ധരിച്ചിട്ടാണ് ഞാൻ എൻ്റെ ബെഡ്റൂമിലേക്ക് കയറാറുള്ളത്. പലപ്പോഴും എന്താ അറിയോ, ഇതൊക്കെ പെണ്ണുങ്ങൾക്ക് മാത്രമുള്ളതാണ്, ആണുങ്ങൾ ഇതൊന്നും ചെയ്യേണ്ടെന്നാണ് പലരും വിചാരിച്ചത്. പക്ഷെ ഉസ്താദ് അങ്ങനെയല്ല, ഞാനൊക്കെ മനസ്സിലാക്കിയിട്ട് ചെയ്യണേ. എൻ്റെ ഭാര്യ എന്താ അറിയോ, കുളിക്കൂല ബെഡ്റൂമിലേക്ക് വരുമ്പോൾ. എന്നാ വേണ്ട, ഒരു ദിവസമെങ്കിലും കുളിച്ചൂടെ? എന്നാൽ ഒരു നല്ല വസ്ത്രം ധരിച്ചൂടെ? ഞാൻ ആഗ്രഹിക്കുന്ന നിറത്തിലുള്ള ഒരു വസ്ത്രം ധരിച്ചൂടെ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. ചില ഭർത്താക്കന്മാരുടെ വേദനയാണിത്, ചില ഭർത്താക്കന്മാരുടെ സങ്കടമാണ്. നമ്മൾ മനസ്സിലാക്കണം എന്താ അറിയോ, നമ്മൾ ആദം നബീൻ്റെ കാലത്തുള്ള ഒരു 100 ഓട്ടുള്ള മാക്സി ഉണ്ടല്ലോ, അതങ്ങോട്ട് ഒഴിവാക്കുക. എന്നിട്ട് എന്ത് അറിയോ, ബെഡ്റൂമിൽ ഏറ്റവും നല്ല ഡ്രസ്സ് ധരിക്കുക. നിങ്ങൾ നോക്ക്, ഈ കോസ്മെറ്റിക്സ് ഉണ്ടല്ലോ, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, അത് ഹറാമാണ്. പക്ഷെ ഭർത്താവിൻ്റെ മുമ്പിൽ നമുക്ക് അനുവദനീയമാണ്. നിങ്ങൾ ചുണ്ട് ചോപ്പിച്ചോ നിങ്ങളെ ഭർത്താവിൻ്റെ മുമ്പിൽ, പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അല്ല. നിങ്ങൾ ഐഷാഡും ഐലൈനറും തേച്ചോ, എവിടെ നിന്നറിയോ, നിങ്ങളെ ഭർത്താവിൻ്റെ മുമ്പിൽ. നിങ്ങളൊന്ന് ആലോചിച്ചു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൈ പുറത്ത് കാണുന്ന ഡ്രസ്സുകൾ ഇട്ടോ, എവിടെ നിന്നറിയോ, നിങ്ങളെ ബെഡ്റൂമിൽ, അല്ലാതെ പുറത്തേക്കല്ല. ഇതൊക്കെ നിങ്ങൾക്ക് അനുവദിച്ചു തന്നാൽ എവിടെയാണെന്നറിയോ, നിങ്ങൾ ഭർത്താവിൻ്റെ മുമ്പിൽ. നേരെ തിരിച്ച ഏറ്റവും നല്ല ഡ്രസ്സ് ഇട്ടിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുക. എന്നാൽ ഏറ്റവും മോശപ്പെട്ട ഡ്രസ്സ് ഇട്ടിട്ടാണ് അവനവൻ്റെ ബെഡ്റൂമിലേക്ക്, ഭർത്താവിൻ്റെ റൂമിലേക്ക് പോവുക. ഇതിലൊക്കെ എന്താ അറിയോ, ചെറിയൊരു മാറ്റമൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. എന്താ അറിയോ, ഒരു ചെറിയൊരു ശ്രദ്ധ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായാൽ ജീവിതത്തെ ഏറ്റവും ആസ്വാദ്യകരമാക്കി മാറ്റാൻ നമുക്ക് കഴിയുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങളൊന്ന് മനസ്സ് വെച്ചാൽ ജീവിതത്തെ ഏറ്റവും രസകരമായി ആസ്വാദ്യകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അവിടെ പാലിക്കേണ്ട മര്യാദകളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ നമ്മൾ പഠിപ്പിച്ചു തന്ന കാര്യമാണ്. ഇനി എനിക്ക് നിങ്ങളോട് പറയണമെന്ന് വെച്ചാൽ, വളരെ കുറഞ്ഞ സമയമുള്ള നമ്മുടെ മുമ്പിൽ നമ്മുടെ മക്കൾ എന്നുള്ളതാണ്. ഒറ്റ കാര്യം കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് പറയാണ്. നമ്മൾ ഇപ്പോഴും ഉള്ളൊരു ചെറിയൊരു പ്രശ്നം എന്താ വെച്ചാൽ, ഈ അമ്മയമ്മ മരോള് പ്രശ്നങ്ങൾ ഇല്ലയെന്നൊക്കെയാണ് നമ്മൾ വിചാരിച്ചെങ്കിലും ചെറിയ ചെറിയ വീടുകളിലൊക്കെ പ്രശ്നമുണ്ട്. ഞാൻ പറയുക എന്താ അറിയോ, ഞാൻ സഹോദരിമാരോട് പറയാണ്, ഞങ്ങളോട് പറയണത് എന്താ അറിയോ, ചെറിയ പുതിയ തലമുറയിലെ പെൺകുട്ടികളോട് ഞാൻ പറയുന്നത്, നമ്മൾ കയറി ചെല്ലുന്ന വീട്ടിൽ ഭർത്താവിൻ്റെ ഉമ്മ ഉണ്ടാവും. ഭർത്താവിൻ്റെ ഉമ്മ എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലെ ന്യൂജൻ ഉമ്മയല്ല, അത് പഴയ ഉമ്മയാണ്. ഉമ്മൻ്റെ ബുദ്ധിയും ഉമ്മൻ്റെ ചിന്തയും ആ പഴയതായിരിക്കും. അപ്പോൾ ഉമ്മ സംസാരിക്കുമ്പോൾ എന്താ അറിയോ, ഉമ്മ ചിലപ്പോൾ എന്താ പറയാന്ന് വെച്ചാൽ, ഒരു 10-15 അയില കൊണ്ടുവന്നിട്ടുണ്ടാവും.
അപ്പോൾ 10-15 അയില എടുത്ത് മുറിച്ച് പിന്നെ അതിൽ മുളകൊക്കെ ഇങ്ങനെ പുരട്ടി അതൊക്കെ കൂടെ പൊരിക്കാന്ന് കാണുമ്പോൾ ഉമ്മ വന്നിട്ട് 15 എണ്ണോ 5 എണ്ണം പോരെ എന്ന് ചോദിക്കൂ. അപ്പം തന്നെ അങ്ങനെ 5 എണ്ണം മതിയാകുക, ഒരാൾക്ക് ഒന്നും കൊടുക്കണ്ടേ, ഇവിടെ 6 ആളില്ലേ. അപ്പോൾ എന്താ വെച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവരില്ലായ്മയുടെ ഒരു കാലത്ത് ജീവിച്ചതാണ്. ഒരു 10 എണ്ണം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആ 10 എണ്ണം കൊണ്ട് ഒരു മാസം കഴിഞ്ഞവരാണ് അവർ. അവരുടെ ചിന്തയും അവരുടെ ബോധവും അങ്ങനെയാണ്. അവർ ഉൾക്കൊള്ളാൻ നമുക്ക് എന്ത് ചെയ്യണം, അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് എന്ത് ചെയ്യണം, പറ്റണം. ഇല്ലെങ്കിൽ പ്രശ്നമാണ്. അതേപോലെ തന്നെ എന്ത് ചെയ്യാന്നറിയോ, എന്ത് കാര്യം അങ്ങോട്ട് ചോദിക്കുക. എന്താ പറയുക, ഉമ്മ പിന്നെ ഇന്ന് നമ്മൾ പിന്നെ സാദാ ചോറിൽ ഉണ്ടാക്കണത് പിന്നെ എത്ര അരിയാണ് എടുക്കേണ്ടത്, നമുക്കറിയാം എത്ര എടുക്കേണ്ടതെന്ന്. സഹോദരിമാർ നമുക്കറിയാം എത്രയാണ് എടുക്കേണ്ടത് എന്ന് നമുക്കറിയാം. എന്നാലും ഉമ്മനോട് എന്താ അറിയാം, ഉമ്മ എത്ര അരിയാണ് എടുക്കേണ്ടത്. അപ്പം എന്താ പറയുക, ഉമ്മക്ക് എൻ്റെ കുട്ടി എന്നോട് ചോദിച്ചിട്ടാണല്ലോ ചെയ്യണത്. ഉമ്മക്കൊരു എന്താ പറയുക, ആ ഒരു സ്ഥാനങ്ങൾ ഉമ്മമാർക്ക് നിങ്ങളൊന്ന് കൊടുത്തു നോക്കി. ഉമ്മമാർക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലേ. പയറെടുക്കുമ്പം വെള്ളത്തിലിടാൻ എടുക്കുന്ന സമയത്ത് ഉമ്മ 1 ഗ്ലാസ് എടുത്താൽ മതിയോ, അല്ലെ 2 ഗ്ലാസ് എടുക്കണം, മോളെ 1.5 ഗ്ലാസ് എടുത്താൽ മതി, ആയിക്കോട്ടെ ഉമ്മ 1.5 ഗ്ലാസ്. എന്താ അറിയോ, അത് ഭയങ്കര മതിപ്പാണ്. പ്രായം കൂടുന്നതിനനുസരിച്ച് ഉമ്മമാർക്ക് തോന്നുന്നത് എന്താ അറിയോ, എന്നെ തീരെ ശ്രദ്ധിക്കണില്ല, എന്നോടൊന്നും ചോദിക്കണില്ല, ഓൽക്ക് തോന്നിയ മാതിരി അയക്കണിപ്പോൾ. നിങ്ങൾ നോക്ക്, പല ഉമ്മമാരും സങ്കടങ്ങൾ പങ്കുവെക്കുമ്പോൾ അയൽ വീട്ടിൽ ഇത്താത്തനോട് പറയാൻ എന്താ അറിയോ, എൻ്റെ വീട്ടിലൊരു മരുവളുണ്ടോ, അവസ്ഥ എന്താ അറിയോ, ഒക്കെ ഇപ്പം ഞാനൊരു ഭാഗത്ത് ഇങ്ങനെ തളർന്ന് കിടന്നോടുകൂടി അതൊക്കെ മാറിക്കണ്, ഓക്ക് തോന്നിയ മാതിരി അങ്ങോട്ട് അരി ഇന്നലൊക്കെ എത്ര ചോറ ബാക്കി അറിയോ എന്നൊക്കെ ചോദിച്ചിട്ട് അതെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ആ ഇത്താത്ത എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇവളോട് വന്നിട്ട് അറിയാം, എടാ എൻ്റെ അമ്മായിമ്മ ഇവിടെ വന്നീന്, ഈ ചോറൊക്കെ കളഞ്ഞ് പിന്നെ അവിടെ ബദറു ഉഹുദു ഹന്തൊക്കെ ഉണ്ടാക്കാൻ വേറെ എന്തെങ്കിലും ഒരു വഴി വേണോ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട അനിയത്തിമാരോട് എനിക്ക് പറയാനുള്ള എന്താ അറിയോ, അങ്ങനൊക്കെ ഉമ്മമാർ പറയും, അത് ഒരു പറഞ്ഞോട്ടെ, ഓരോ വയസ്സും പ്രായം ഉണ്ടാ. നമ്മളും ആ വയസ്സൊക്കെ എത്തും, നമ്മളും ഈ ജാതി കോപ്രായത്തരങ്ങളും പ്രശ്നങ്ങളും നമ്മുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യാന്നറിയോ, അവരെ ഉൾക്കൊള്ളാനും അവരെ മനസ്സിലാക്കാനുള്ളൊരു നല്ല വിശാലമായ മനസ്സാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. ഒരിക്കലും എൻ്റെ ഭർത്താവിൻ്റെ ഉമ്മ എൻ്റെ അമ്മായിമ്മല്ല, പിന്നെ ആരാ, എൻ്റെ ഉമ്മയാണ്. അങ്ങനെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കേ, എൻ്റെ ഉമ്മയാണത്. ഉമ്മ എന്തൊക്കെ പറയും, ഉമ്മനോട് നമ്മൾ തെറ്റലില്ലേ, ഉമ്മ നമ്മളോട് തെറ്റലില്ലേ, പിന്നെ നന്നാവലില്ലേ ഇല്ലേ, അതൊക്കെ നമ്മുടെ വീട്ടിൽ നടക്കുന്നുണ്ട്. പിന്നെന്താ ഭർത്താവിൻ്റെ വീട്ടിലുണ്ടാകും, ഉമ്മനോട് തെറ്റും, ഉമ്മ അങ്ങോട്ട് തെറ്റും, ചിലപ്പോൾ അങ്ങോട്ട് മുണ്ടും ഇങ്ങോട്ട് മുണ്ടും, ചിലപ്പം മാപ്പ് പറയും, ചിലപ്പം പൊരുത്തപ്പെടിക്കും, ഇതൊക്കെ ഉണ്ടാകും. ഇതൊക്കെ മനുഷ്യന്മാരാണ്, നമ്മളാരും മലക്കുകളല്ല. അതെന്താ അറിയോ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട അനിയത്തിമാരോട് എനിക്ക് പറയാനുള്ളത്, നമ്മളെ ഭർത്താവിൻ്റെ ഉമ്മ എന്ന് പറയുന്നത് നമ്മൾ ഉമ്മയായിട്ട് കാണാൻ നമുക്ക് പറ്റണം. അപ്പോൾ ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട്, നല്ല ആളിയാണ് നിങ്ങൾ ഉമ്മയായിട്ട് കാണാൻ പറഞ്ഞത്, നിങ്ങൾക്കറിയോ ഓരോ സ്വഭാവം ഒക്കെ ഉണ്ടാവും. അതൊക്കെ മനുഷ്യന്മാരാ. ഈ ഒരു പ്രായത്തിൽ കഴിഞ്ഞാൽ നമുക്കെന്ത് ചെയ്യും, ഈ ജാതി ബുദ്ധിക്ഷയവും കുറവും, ഈ ജാതി വർത്താനവും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്, മെൻ്റൽ സ്ട്രെസ്സും അതേപോലെ തന്നെ അതിരുവിട്ട വർത്താനങ്ങളും അതിരുകവിഞ്ഞ വർത്താനങ്ങളും ഒക്കെ ഉണ്ടാകും. അത് നമ്മൾ ശ്രദ്ധിക്കണം. അടുത്തൊരു കാര്യം എന്താ അറിയോ, പ്രിയപ്പെട്ട ഉമ്മമാരോട് എനിക്ക് പറയാനുള്ളത് എന്താ അറിയോ, മക്കൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമ്മളൊരു യാത്ര പോവുകയാണ് കുട്ടികളൊക്കെ കൂട്ടിയിട്ട്, അപ്പം ഇങ്ങനെ ഒരു ടോയ്സിൻ്റെ കടേൻ്റെ അടുത്തൂടെ പോകുമ്പോൾ കുട്ടികൾ എന്ത് ചെയ്യുന്നറിയോ, ഉപ്പ ആ പിന്നെ സൈക്കിൾ എനിക്ക് വാങ്ങിത്തരുമോ, കാർ എനിക്ക് വാങ്ങിത്തരുമോ എന്നൊക്കെ ചോദിക്കും. നമ്മളൊരു നല്ലൊരു ടോയ്സിൻ്റെ കടയിൽ നിർത്തിയിട്ട് ഒരു ടോയ്സ് എന്ത് ചെയ്യും, കുട്ടിയൊക്കെ നമ്മൾ വാങ്ങിക്കൊടുക്കും. അവർ വീട്ടിൽ വന്നിട്ട് ആ ടോയ്സ് കൊണ്ട് കളിക്കുന്നത് കാണുമ്പോൾ എന്തൊരു സന്തോഷമാണ്, എന്തൊരു ആനന്ദമാണ്. പ്രിയപ്പെട്ടവരെ, 25 വയസ്സ് 22 വയസ്സാകുമ്പോൾ മക്കളെ കല്യാണം കഴിപ്പിക്കും. അവർ ഭാര്യയോടൊത്ത് ജീവിക്കുന്നത് കണ്ട് ഒരിക്കലും നമ്മൾ അസൂയപ്പെടരുത്, മറിച്ച് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവർ ജീവിക്കുന്നത് കണ്ട് നമ്മൾ ആനന്ദിക്കണം. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരിക്കലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഒരു ചിന്തയാണ് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടാകേണ്ടത്. ഈ ചിന്ത നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഇല്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. നമ്മുടെ വീട്ടിലേക്ക് കയറി വന്ന മരുമകൾ ഒരിക്കലും മരുമകളല്ല, എൻ്റെ മകളാണ്. മക്കളും ഉമ്മയും തമ്മിൽ കുറേ പ്രശ്നം ഉണ്ടാവും. എത്ര പ്രശ്നം ഉണ്ടെങ്കിലും ഉമ്മ എന്ത് ചെയ്യും, മക്കൾക്ക് വിട്ടുവീഴ്ച ചെയ്യും, നേരെ തിരിച്ചും ഉണ്ടാകും. ഇതെന്താ ഒരു പ്രശ്നം എന്നറിയാം, ഞങ്ങളോടൊന്ന് പറഞ്ഞുതരാം. ഒരു ചെറിയൊരു കാര്യം പറഞ്ഞുതരാം. ഒരു ഉമ്മ മരിച്ചൊരു കുട്ടി, ആ ഉമ്മ മരിച്ച കുട്ടി പിന്നെ എന്തെന്ന് വെച്ചാൽ അവൻ്റെ ഉമ്മ മരിച്ചു. അവർ 3 മക്കളാണ്. അതിലൊരു കുട്ടി എന്താ വെച്ചാൽ ആൺകുട്ടിയുണ്ട്. ആ ആൺകുട്ടി കല്യാണം കഴിക്കുന്നത് വരെ വാപ്പ വേറൊരു കല്യാണം കഴിച്ച് ഇളയമ്മ ഉണ്ട്. ഇളയമ്മ വരുമ്പോഴുള്ള ഡിമാൻഡ് എന്ന് വെച്ചാൽ എന്നെ ഉമ്മ എന്ന് വിളിച്ചാലേ എനിക്ക് ഇവരൊക്കെ കൂടെ നിൽക്കാൻ പറ്റുള്ളൂ, ഓരോ മക്കളായിട്ട് സ്നേഹിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവൻ പറഞ്ഞു, ആയിക്കോട്ടെ ഞാൻ ഉമ്മ എന്ന് വിളിച്ചോളാം, എനിക്ക് കുഴപ്പമില്ല, എനിക്ക് ഉമ്മ എന്ന് വിളിക്കാൻ ഇപ്പോൾ ആരുമില്ലല്ലോ, ഞാൻ ഉമ്മ എന്ന് വിളിച്ചോളാം, എനിക്ക് സന്തോഷമുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ എന്തെന്ന് വെച്ചാൽ
ഉമ്മാന്നൊക്കെ വിളിച്ച് വളരെ സന്തോഷത്തിൽ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ എന്ന് വെച്ചാൽ സ്വാഭാവികമായും ഇവനെ സംബന്ധിച്ചിടത്തോളം, ഒരു ആൺകുട്ടീനെ സംബന്ധിച്ചിടത്തോളം ഉമ്മാന്ന് വിളിക്കല്ലേ, അപ്പോൾ ഉമ്മനോട് പെരുമാറുന്ന സ്വാതന്ത്ര്യത്തിൽ പെരുമാറും. ചിലപ്പോൾ മോന്ത കയറ്റും, ചിലപ്പം ദേഷ്യം പിടിച്ച് എന്തെങ്കിലും പറയും, ഉമ്മ ഇങ്ങോട്ട് പറയും, ചിലപ്പോൾ അങ്ങോട്ട് പറയും ഉമ്മനോട്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ സ്വരച്ചേർച്ചയില്ലാത്തൊരു പ്രശ്നം വരികയാണ്, മോനും ഉമ്മയും തമ്മിൽ പ്രശ്നമാകുകയാണ്. അത് ഉൾക്കൊള്ളാനുള്ളൊരു മാനസികാവസ്ഥ എന്തില്ല, ഈ ഇളമയ്ക്കില്ല, അതൊരിക്കലും ഉണ്ടാവില്ല എന്നുള്ളതാണ്. നിങ്ങൾ മനസ്സിലായി? അത് വളരെ കുറഞ്ഞ ആളുകൾക്ക് ഉണ്ടാവുള്ളൂ. സ്വന്തം ഉമ്മയാണെങ്കിൽ എന്താ പറയുക, അതെൻ്റെ കുട്ടിയാണ്, എൻ്റെ കുട്ടീൻ്റെ അടുത്ത് തെറ്റ് പറ്റും, ഞാനല്ലാതെ വേറെ ആരാ മാപ്പ് കൊടുക്കുക, ഞാനല്ലാതെ ആരാ പുറത്തു കൊടുക്കുക. അതെന്താ അറിയോ, പെറ്റ തള്ളക്കേ ആ മോൻ്റെ വേദന അറിയാൻ പറ്റുള്ളൂ, ഇല്ലാത്തൊരാൾക്ക് വേദന അറിയാൻ പറ്റില്ല. അത് നിങ്ങൾ പരിശോധിച്ചോളി, അത് ഉമ്മ ഇല്ലാത്ത മക്കളോട് ചോദിച്ചാൽ അവിടെ അറിയാൻ പറ്റും. എന്തറിയോ, അത് അറിയാൻ പറ്റും. അവർ മൂലക്കിരുന്നിട്ട് കരയും സങ്കടപ്പെട്ടിട്ട്, അവനെൻ്റെ ഉമ്മ ഇല്ലാത്തതിൻ്റെ നഷ്ടത്തിൻ്റെ വേദനയുടെ കണ്ണീര്, അതൊക്കെ ഉണ്ടാവും. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം ഞാൻ പറയണതെന്ന് വെച്ചാൽ, പ്രിയപ്പെട്ട ഉമ്മമാരോട് പറയണമെന്ന് വെച്ചാൽ, കയറി വരുന്നൊരു പെൺകുട്ടി അത് എവിടുന്ന് വന്നൊരു പെൺകുട്ടിയാണെങ്കിലും അതെൻ്റെ മോളാണ് എന്നൊരു കൺസെപ്റ്റാണ് നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടാകേണ്ടത്. അപ്പോൾ മരുമകൾ അമ്മായിമ്മ എന്നുള്ളൊരു പ്രശ്നം അവിടെ ഉണ്ടാവില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അടുത്തൊരു പോയിന്റ് എനിക്ക് നിങ്ങൾ പറയാനുള്ള എന്താ അറിയോ, പടച്ചോനോട് എന്താ അറിയോ, മനസ്സറിഞ്ഞ് അള്ളഹാനോട് പറയാം ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനം കിട്ടാൻ. അല്ലല്ലാതെ ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനം ആരാ നമുക്ക് തരിക? ഞാൻ കഴിഞ്ഞ 4 മാസം മുമ്പ് പിന്നെ എൻ്റെ പള്ളിയിൽ മിമ്പർമേ കയറാൻ നിൽക്കുന്ന സമയത്താണ് ഒരാൾ വന്നിട്ട് എന്നോട് പറഞ്ഞത്, കാക്ക ഉസ്താദേ, എൻ്റെ പെങ്ങളെ മകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് ദുആ ചെയ്യണം. അപ്പം ഞാൻ ചോദിച്ചു എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചു. അപ്പം എന്നോട് പറഞ്ഞു, അവർക്ക് ക്യാൻസർ ആയിരുന്നു, കീമോ ചെയ്തപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവരുടെ അന്നനാളം ചുരുങ്ങിപ്പോയി. ഒരു ഗ്ലാസ് ജ്യൂസ് അടിച്ച കഞ്ഞി വയറിലേക്ക് എത്തണമെങ്കിൽ 1.5 മണിക്കൂർ സമയമെടുക്കും. ഇങ്ങോട്ടൊന്ന് ആലോചിച്ചു, നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും അങ്ങനത്തെ പ്രശ്നമുണ്ടോ? എന്തെങ്കിലും പ്രശ്നം നമുക്ക് ആർക്കെങ്കിലും ഉണ്ടോ? ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടെന്നല്ല, ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ? നമ്മൾ 3 നേരം ഭക്ഷണം കഴിക്കുന്നു മനോഹരമായി, ഒരു പ്രശ്നമില്ല. ഇതൊക്കെ തന്നാരാ? പടച്ചോനാണ്. ആ പടച്ചോനോട് പറഞ്ഞാൽ ആ പടച്ചോൻ മാറ്റിത്തരാത്ത ഒരു പ്രശ്നമില്ല. അവനാണെല്ലാം കേൾക്കുന്നവൻ, അവനാണെല്ലാം കാണുന്നവൻ, അവനാണെല്ലാം അറിയുന്നവൻ, അവനാണെല്ലാ പ്രാർത്ഥനകൾക്കും ഉത്തരം ചെയ്യുന്ന മുജീബ്. അതുകൊണ്ട് ആ റബ്ബിനോട് എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കണം, റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന വദുർരിയാതിന ഖുർറത അഅ്യുൻ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളിൽ നിന്ന്, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്ന്, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഞങ്ങൾക്ക് കൺകുളിർമ പ്രദാനം ചെയ്യണേ. എന്താ കൺകുളിർമ? ദീനിൻ്റെ വിഷയത്തിൽ എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും എന്നോടൊപ്പം ഉണ്ട് എന്ന കൺകുളിർമ. അതാണ് കൺകുളിർമ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അവസാനിപ്പിക്കാൻ പ്രിയപ്പെട്ടവരെ, പടച്ചോ നമുക്ക് തന്ന ഏറ്റവും പ്രധാനപ്പെട്ട സമ്പത്താണ്, സമ്മാനമാണ് നമ്മുടെ മക്കൾ എന്നുള്ളത്. അവരെ ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കി മാറ്റുക എന്നതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം. പുതിയ കാലത്ത് വളരുന്ന മക്കൾ ആശങ്ക പുലർത്തുന്ന രൂപത്തിലുള്ള സമീപനങ്ങളാണ് അവരിൽ നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ പലപ്പോഴും പറയുന്നൊരു സംഭവമുണ്ട്, പലപ്പോഴും ഞാൻ എൻ്റെ പ്രസംഗങ്ങളിൽ പറയാറുണ്ട്. ഒരു സ്ഥലത്തുനിന്ന് ഒരു പെൺകുട്ടി മിസ്സാകുകയാണ്. അവസാനം പെൺകുട്ടീനെ തിരിച്ചു കിട്ടി. വീട്ടിൽ വന്നിട്ട് അന്വേഷിച്ചപ്പോഴാണ് കൂടെ പഠിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ കൂടെ പഠിക്കുന്ന ഒരു ചെക്കൻ്റെ കൂടെ ബൈക്കുമ്മൽ യാത്ര ചെയ്തതാണ്. വാപ്പ എന്ത് ചെയ്തു? തോന്നിയാസം ചെയ്തതിന് അടിച്ചപ്പോൾ മോളെന്താ ചെയ്തെന്നറിയോ? മോള് വാപ്പാക്കെതിരെ കേസ് കൊടുത്തു. സ്വന്തം വാപ്പാനെ 3 ദിവസം ജയിലിലാക്കി. ആരാന്നറിയോ? ഒരു മോളാണ്. ഇങ്ങനത്തെ ഒരു കാലത്ത് നമ്മൾ ജീവിക്കണത്. വാപ്പാനോടൊരു കമ്മിറ്റ്മെൻറ്റ്, മാതാപിതാക്കളോടൊരു കമ്മിറ്റ്മെൻറ്റും ഇല്ലാത്ത മക്കളാണ് വളരുന്നത്. കുടുംബത്തോട്, സമൂഹത്തോട്, അധ്യാപകരോട്, മഹല്ലിനോട്, നാടിനോട്, രാജ്യത്തോട്, ഒരു കാര്യത്തോടും ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ലാത്ത, ഒരു കടമയും കടപ്പാടുമില്ലാത്ത ഒരു തലമുറയാണ് ഇവിടെ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ആരാത്? വാപ്പയാണ്. വാപ്പാനോട് എന്തു പറയാൻ പാടില്ല അതറിയില്ല, വാപ്പാനോട് എങ്ങനെ പെരുമാറണം അതറിയില്ല. അതാരാ? ഉമ്മയാണ്. ഉമ്മനോട് എന്തു പറയാൻ പാടില്ല അതറിയില്ല, ഉമ്മനോട് എന്തു പറയണം അതറിയില്ല. ഇതൊന്നും അറിയാത്തൊരു സമൂഹം നമ്മുടെ കയ്യിലുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ? അവർക്ക് ദീന് പകർന്നു കൊടുക്കണം. മതം പഠിക്കാനുള്ള അവസരങ്ങളെല്ലാം
ഉപയോഗപ്പെടുത്തണം. ദീനു കൊണ്ടല്ലാതെ ഒരിക്കലും നമ്മുടെ മക്കളെ നന്നാക്കിയെടുക്കാൻ പറ്റൂല. നിങ്ങൾ നോക്ക്, ആദിലയും നൂറയും. ആരാ ആദിലയും നൂറയും? മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ, മുസ്ലിം കുടുംബത്തിലെ 2 പെൺകുട്ടികളാ. ആദില പറഞ്ഞു എനിക്ക് കല്യാണം കഴിക്കാൻ നൂറ മതി. നൂറ പറഞ്ഞു എനിക്ക് കല്യാണം കഴിക്കാൻ ആദില മതി. പുതിയ കാലത്ത് അല്ലേ സ്വവർഗ വിവാഹം നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൊണ്ടോട്ടിയിലൊരു പെൺകുട്ടി ഇറങ്ങി അല്ലേ, ആ കൂടെയുള്ള പെൺകുട്ടീനെ വീട്ടുകാർ വിട്ടില്ല, അതുകൊണ്ടാണ് കഴിച്ചലായത്. നിങ്ങൾ നോക്ക്, സോഷ്യൽ മീഡിയയിൽ, മാധ്യമങ്ങളിൽ മുസ്ലിം പേരുള്ള പെൺകുട്ടികളുടെ ഇത്തരത്തിലുള്ള എത്ര കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ദീനല്ലാത്ത മറ്റൊരു പരിഹാരമില്ല. നമ്മുടെ വീട്ടിലെ ചെറിയ മക്കളെ വളരെ ചെറുപ്പത്തിലേ നമ്മൾ അവരെ ശ്രദ്ധിക്കണം. ഒരു കുട്ടി ജനിച്ച് അതിൻ്റെ 3 വയസ്സ് വരെയുള്ള സമയം കുട്ടികളുടെ തലച്ചോറിൽ ന്യൂറോണുകളാണ്. ഇത് ചേരുന്ന സ്ഥലത്തിന് പറയുന്ന പേരാ സിനാപ്സുകൾ. കോടിക്കണക്കിന് സിനാപ്സുകൾ ഉണ്ടാകുന്ന സമയമാണ് 6 മാസത്തിൻ്റെ 3 വയസ്സിൻ്റെ ഇടയിലുള്ള സമയം. ആ സമയത്താണ് കുട്ടികൾ അവരുടെ ജീവിതത്തിൽ ആവശ്യമായ അടിസ്ഥാന വിവരങ്ങൾ ശേഖരിക്കുന്നത്. അതുകൊണ്ട് ആ സമയത്ത് അവർ നല്ലതേ കേൾക്കാവൂ, നല്ലതേ കാണാവൂ, നല്ലതിനെ സാക്ഷ്യം വഹിക്കാവൂ. ഉമ്മൻ്റെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം, ഉമ്മ എന്താ ചെയ്യാൻ അറിയോ? എന്നാ മോനെ പോയിട്ട് കണ്ടോ, ഞാൻ ഇതങ്ങോട്ട് ചെയ്യട്ടെ. മൊബൈൽ സ്വതന്ത്രമായിട്ട് അങ്ങോട്ട് കൊടുക്കണം ഉമ്മൻ്റെ കാര്യം ചെയ്യാൻ. നിങ്ങൾ സ്വതന്ത്രമായി കുട്ടികളുടെ കയ്യിലേക്ക് നിങ്ങൾ മൊബൈൽ കൊടുക്കും. നിങ്ങൾ മനസ്സിലാക്കിക്കോളി, നിങ്ങളെ മക്കളെ വലിയ ദുരന്തത്തിലേക്കാണ് എത്തിക്കുന്നത്. ഇനി മാത്രമല്ല, ഞാൻ എൻ്റെ മോൻ്റെ ട്യൂഷൻ കോളേജിൽ ട്യൂഷൻ സെൻറ്ററിൽ ഞാനൊരു ദിവസം പോയിരുന്നു. ഈ എക്സാം കഴിഞ്ഞപ്പോൾ എക്സാമിൽ നോക്കുമ്പോൾ SS എല്ലാവർക്കും മാർക്ക് കുറവാണ്. ഞാൻ അവരോട് പറഞ്ഞു, രക്ഷിതാക്കൾ അധ്യാപകരൊക്കെ ഇരിക്കുന്ന സദസ്സിലായിരുന്നു. ഞാൻ അവരോട് പറഞ്ഞു, SS എല്ലാവരും മാർക്ക് എത്രയാണെന്ന് ഞാൻ ചോദിച്ചു. എല്ലാവരും പറഞ്ഞു 13, 17, വളരെ കുറഞ്ഞ മാർക്ക്. ഞാൻ അവരോട് പറഞ്ഞു, നമ്മുടെ മക്കളൊക്കെയും മൊബൈൽ അഡിക്ഷൻ ഉള്ളവരാണ് എന്നതിൻ്റെ തെളിവാണ് SS മാർക്ക് കുറഞ്ഞത്. SS എന്ന് പറഞ്ഞാൽ IQ ബേസ്ഡ് എക്സാമാണ്, മെമ്മറി നിന്ന് എടുത്ത് എഴുതേണ്ടതാണ്. 10 കാര്യങ്ങൾ മക്കളോട് പറഞ്ഞു നോക്കി, ഒരു 6 കാര്യം ഓർമ്മ ഉണ്ടാവുള്ളൂ. മെമ്മറി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മളെ മക്കളുടെ. ഇതെന്താ തിരിയാത്തത്? ലോകത്ത് ഏറ്റവും കൂടുതൽ വിഷാദ രോഗത്തിന് അടിമയുള്ളവർ ആരാന്നറിയോ? അഡോളസൻസിലുള്ള 13 വയസ്സിൻ്റെയും 19 വയസ്സിൻ്റെയും ഇടയിലുള്ള കുട്ടികളാണ്. അവരേറ്റവും കൂടുതൽ ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുന്നവരാണ് എന്നാണ് പുതിയ കണ്ടെത്തലുകൾ. കാരണം എന്തറിയോ? ഇൻസ്റ്റഗ്രാം എടുത്തിട്ട് നിങ്ങൾ നോക്കി, നിങ്ങളെ കൂടെ ഇരിക്കുന്ന പെൺകുട്ടികളോട് ചോദിച്ചു നോക്കും, മോളോട് ചോദിച്ചു നോക്കും, മോക്ക് ഇൻസ്റ്റഗ്രാമിൽ ID ഉണ്ടോയെന്ന് ചോദിച്ചു നോക്കും, മോളോട് അക്കൗണ്ട് ഉണ്ടോയെന്ന് ചോദിച്ചു നോക്കി, ഉണ്ടാവും. ഇൻസ്റ്റാഗ്രാമിൽ എന്ത് ചെയ്യാണെന്നറിയോ? ഞാൻ എൻ്റെ ഫോട്ടോ എന്ത് ചെയ്യാണെന്നറിയോ? എൻ്റെ ഒരു പുതിയ ഫോട്ടോ എന്ത് ചെയ്യുക? പോസ്റ്റ് ചെയ്യാണ്. പോസ്റ്റ് ചെയ്ത് 6 മണിക്കൂർ കഴിഞ്ഞു, 7 മണിക്കൂർ കഴിഞ്ഞു, 8 മണിക്കൂർ കഴിഞ്ഞു. നമ്മളെന്താ നോക്കുകയെന്നറിയോ? എത്ര ലൈക്ക് ഉണ്ട് നോക്കുമ്പോൾ 3 ലൈക്ക്. ഇങ്ങനെ ഉണ്ട് ഒരു നൃത്തം. എന്നിട്ടുണ്ട് ഈ ചങ്ങായിമാർക്ക് വേറെ എന്തിനൊക്കെ ലൈക്ക് കൊടുക്കുന്നുണ്ട്, എൻ്റെ ഒരു ഫോട്ടോ ഇട്ടിട്ട് ആകെ 3 എണ്ണം മാത്രം. അതെന്താ അറിയോ? കുട്ടികളെ മാനസികമായി തളർത്തുന്നു എന്നാണ്. അതുകൊണ്ടാണ് ഫേസ്ബുക്ക് കണ്ടെത്തിയവർ, ലൈക്ക് ബട്ടൺ കണ്ടെത്തിയവർ, അവർ പറഞ്ഞെന്തറിയോ? ജീവിതത്തിലെ സന്തോഷങ്ങൾ അത് പങ്കുവെക്കാനുള്ള ഒരു സ്പേസ് ആയിട്ടാണ് ഞാൻ ഫേസ്ബുക്കിനെയും അത്തരത്തിലുള്ള സോഷ്യൽ മീഡിയയിലെ ഇത്തരത്തിലുള്ള സംവിധാനങ്ങളെ കണ്ടിരുന്നത്. പക്ഷേ അത് മനുഷ്യരുടെ മനസ്സിൻ്റെ താളം തെറ്റിക്കുന്നതാണെന്ന് ഞാൻ എനിക്കറിയില്ലായിരുന്നു. ലോക കോടതിയിൽ പോയിട്ട് എന്ത് ചെയ്തതെന്നറിയോ? അവർ മാപ്പ് പറഞ്ഞു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇതെന്തുകൊണ്ടാണ്? അവർ പിടിക്കപ്പെടുമെന്ന് അറിഞ്ഞപ്പോഴാണ് അവർ മാപ്പ് പറയേണ്ട അവസ്ഥ വന്നത്. അപ്പം നമ്മൾ തിരിച്ചറിയേണ്ടതെന്നറിയോ? ഇതിൻ്റെ ഒക്കെ പിന്നാലെ പോയിട്ടാണ് നമ്മുടെ മക്കൾ കുടുങ്ങി പോകുന്നത്. ഫേസ്ബുക്കിലൂടെ പ്രണയം. എന്നിട്ടോ എവിടെയാണ് എത്തിപ്പെടുന്നത്? തിരുവനന്തപുരത്തുള്ളൊരു കുട്ടി, നിങ്ങൾ നോക്കണം, 9ാം ക്ലാസ് പഠിക്കുന്ന 8ാം ക്ലാസ് പഠിക്കുന്ന കണ്ണൂരിലുള്ള ഒരു പെൺകുട്ടീനെ പ്രേമിക്കുന്നത് 16 വയസ്സുള്ളൊരു കുട്ടിയാണ്. തിരുവനന്തപുരത്തു നിന്ന് വണ്ടി കയറിയിട്ട് കണ്ണൂർ വന്നിറങ്ങിയിട്ട് സ്കൂളിൽ പെൺകുട്ടി എന്താ ചെയ്യുന്നതെന്നറിയോ? സ്കൂളിലേക്കാണെന്ന് പറഞ്ഞിട്ട് അടുത്തുള്ള കടപ്പുറത്തേക്ക് വരികയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച്, പർദ്ദ ഇട്ടിട്ട് വരികയാണ്. പുതിയ കാലത്ത് പുതിയ പ്രശ്നങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രക്ഷിതാക്കളെ, നമ്മുടെ കുട്ടികളെ കയ്യിൽ നമ്മൾ മൊബൈൽ കൊടുക്കുമ്പോൾ എന്താ അറിയോ? ആ മൊബൈലിൻ്റെ കൈകാര്യം, നിയന്ത്രണം നമ്മുടെ കയ്യിലാണ്. ഫാമിലി ലിങ്ക് വേണം. അരമണിക്കൂർ അവർ കണ്ടതെങ്കിൽ അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഞാനിവിടെ ലോക്ക് ചെയ്യും. മോൻ്റെ മൊബൈൽ ലോക്കായി, ഓനിങ്ങോട്ട് വിളിക്കും, പച്ചിയെ ഒരു 5 മിനിറ്റും കൂടി, ഇല്ല മോനെ ഇന്നത്തത് കഴിഞ്ഞു. ഇങ്ങനെ നമ്മുടെ മൊബൈൽ കൊണ്ട് അവരുടെ മൊബൈൽ നിയന്ത്രിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ, നമ്മുടെ നിയന്ത്രണത്തിലേക്ക് അവരെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവർ മൊബൈലിൻ്റെ നിയന്ത്രണത്തിലാകും. പിന്നെ അവർ പറയാൻ തരയോ? ഉമ്മ
എനിക്ക് കല്യാണം വേണ്ട. എന്തേ കല്യാണം വേണ്ടാത്ത? ഞാനൊരുത്തിനെ കണ്ടുവച്ചിട്ടുണ്ട്, എനിക്ക് ഓള് മതി കല്യാണം കഴിക്കാൻ. ആൺകുട്ടികൾ പറയും, ഉമ്മ എനിക്കൊരു പെണ്ണിനെ നോക്കണ്ടട്ടോ, എനിക്കൊരു ചെക്കനെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്, ഞാൻ ഓനെ കല്യാണം കഴിച്ചോളാം. പുതിയ കാലത്ത് ഇത്തരത്തിലുള്ള സംസാരങ്ങൾ നമ്മുടെ വീട്ടിൽ, നമ്മുടെ നാട്ടിൽ, നമ്മുടെ മഹലിൽ വരൂല എന്ന് പറയാൻ നമുക്ക് കഴിയൂല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമ്മുടെ മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കണം. അവർക്ക് ദീന്, അവരുടെ നിസ്കാരത്തിൻ്റെ വിഷയം, അവരുടെ ഖുർആൻ പാരായണത്തിൻ്റെ വിഷയം, അവർക്ക് അള്ളാഹുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന കാര്യം, അവർക്ക് ദീന് പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യം, അതിലൊക്കെയും നമുക്ക് ശ്രദ്ധ ഉണ്ടാകണം. അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനെന്താ അറിയും, നമ്മളൊക്കെ എപ്പോഴും എവിടെ പോകുമ്പോൾ പിന്നെ പോകാൻ നേരത്ത് ഉമ്മൻ്റെ അടുത്ത് എന്നിട്ട് ചോദിക്കും, ഉമ്മച്ചേ പരീക്ഷയ്ക്ക് പോവുകയാണ്, നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ. മുസല്ലയിലിരുന്നിട്ട് ആ നിസ്കാരക്കുപ്പായി ഇട്ടിട്ട് ഉമ്മ പറയുന്ന ഒരു മറുപടി, എൻ്റെ കുട്ടിക്കല്ലാതെ ഞാൻ ആർക്കാ പ്രാർത്ഥിക്കാം? എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, പടച്ചോൻ തട്ടിക്കളയാത്തൊരു പ്രാർത്ഥന ഉണ്ട്. അതാരെ പ്രാർത്ഥനയാണെന്നറിയോ? അവനാൻ്റെ ഉമ്മാൻ്റെ പ്രാർത്ഥനയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങളെ മക്കൾക്ക് വേണ്ടിയിട്ട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കണം. ഫുൾ A+ കിട്ടണമെന്നല്ല നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. നിങ്ങളെ ആദ്യം പ്രാർത്ഥിക്കേണ്ടതെന്നറിയോ? പടച്ചോനെ, ഞങ്ങളുടെ അഭിമാനം അതിന് ക്ഷതം വരുത്തുന്ന ഒന്നും എൻ്റെ മക്കളിൽ നിന്നില്ലാതെ ഏറ്റവും നല്ല സ്വാലിഹീങ്ങളായ മക്കളാക്കി ഞങ്ങളെ മക്കളെ മാറ്റിത്തരണേ എന്ന് പ്രാർത്ഥിക്കാനാണ് നമ്മൾ ആദ്യം ശ്രമിക്കേണ്ടത്. എന്നിട്ട് നിങ്ങൾ ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ പ്രാർത്ഥിച്ചു. കാരണം എന്താ അറിയോ, നമ്മൾ മരിച്ചിട്ട് നമ്മുടെ മയ്യത്ത് വീട്ടിൻ്റെ ഉള്ളിൽ കൊണ്ടുവച്ചാൽ നമ്മുടെ മയ്യത്ത് കുളിപ്പിക്കേണ്ടത് ആരാ? കഫൻ ചെയ്യേണ്ടത് ആരാ? നമ്മുടെ മയ്യത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്ത് വീട്ടിൻ്റെ ഉള്ളിൽ പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങളെ മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്ത് മുഖത്ത് വെള്ളമൊഴിക്കുമ്പോൾ മോളെ മനസ്സിക്ക് ഇങ്ങോട്ട് വരും സങ്കടം. എങ്ങനെയാണെന്നറിയോ? ഈ ഉമ്മൻ്റെ വയറ്റിലാണല്ലോ പടച്ചോനെ ഞാൻ കിടന്നത് 9 മാസവും 10 ദിവസവും. എന്തൊക്കെ ഞാൻ എൻ്റെ ഉമ്മച്ചിനോട് ചെയ്തു. പടച്ചോനെ എനിക്ക് ഈ പുറത്തു തരൂല്ലേ പടച്ചോനെ? ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങോട്ട് പൊട്ടിയിട്ട് അങ്ങോട്ട് വരും. ആ മോള് നിങ്ങളൊന്ന് ആലോചിച്ചു, കഫൻ ചെയ്തിട്ട് അവസാനം അവിടെ വെച്ചിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് ചോദിക്കണുണ്ട്, ഇനി ആണുങ്ങളെ ഭാഗത്തേക്ക് കൊണ്ടുപോവാണ്, ഇനി നിസ്കാരം കഴിഞ്ഞ് നേരെ പള്ളിയിലേക്ക് കൊണ്ടുപോകും. അവസാനം മക്കൾ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് അവസാനം ഒന്ന് ഉമ്മച്ചീനൊന്ന് കാണ്ടിരുന്നു. 3 കെട്ട് കെട്ടിയ കെട്ടുണ്ടല്ലോ, ആ 3 കെട്ടും അങ്ങോട്ട് അയച്ചിട്ട് നമ്മുടെ മുന്നിക്ക് ഇങ്ങോട്ട് വെച്ചൊരു ഉമ്മൻ്റെ മയ്യത്ത് അവിടെ മുട്ടുകുത്തിയിരുന്ന് നെറ്റിത്തടത്തിലൊരു മുത്തം വെക്കുമ്പോൾ കണ്ണൊന്നൊലിച്ചിരുങ്ങുന്ന ചൂടുള്ള കണ്ണീരുണ്ട്. അതൊരു വല്ലാത്ത വേദനയാണ്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വേദനയാണ്. പ്രിയപ്പെട്ട ഉമ്മമാരെ, നമ്മളൊക്കെ മരിച്ചങ്ങോട്ട് പോകുമ്പോണ്ടല്ലോ, നമ്മുടെ മയ്യത്തിൻ്റെ അടുത്ത് നിന്നിട്ട് പടച്ചോനെ എൻ്റെ ഉമ്മച്ചിയാണ് കിടക്കണത്, പുറത്തു കൊടുക്കണേ അല്ലാ എന്നും മനസ്സ് തുറന്ന് പറയാൻ പറ്റിയ മക്കളുണ്ടല്ലോ, അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാണ്, ഒരാൾ മരിച്ച ഒക്കെ അവസാനിച്ചു, എന്താ ബാക്കിയാവുകയെന്നറിയോ? അതിലൊന്നെന്താ അറിയോ? ഒന്നാമത്തെ എന്താ അറിയോ? സദക്കത്തും ജാരിയ, ജാരിയത്തായ സദക്ക. പള്ളിക്ക് വേണ്ടി സദക്ക ചെയ്തത്, മദ്രസക്ക് വേണ്ടി സദക്ക ചെയ്തത്, പാവങ്ങൾക്ക് വേണ്ടി സദക്ക ചെയ്തത്, ജാരിയത്തായ സദക്ക അവിടെ ഉണ്ടാകും. രണ്ടാമത്തെ എന്താ അറിയോ? ഉപകാരപ്രദമായ അറിവ്. ഇത്തരത്തിലുള്ള വിജ്ഞാനപ്രദമായ സദസ്സുകളിലൂടെ നമുക്ക് കിട്ടുന്ന മതപരമായ അറിവ്. മൂന്നാമത്തെ എന്താ അറിയോ? വലതുൻ സ്വാലിഹുൻ യദ്ഉ ലഹു. നമ്മളും മരിച്ചാലും മുസല്ലയിൽ ഇരുന്നിട്ട് മനസ്സറിഞ്ഞിട്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളില്ലേ, അത് ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്താണ്. പടച്ചോ അമ്മക്ക് തന്ന സമ്പത്താണ്. നമ്മളും മരിച്ചാലും നമ്മളെ ഓർക്കുന്ന മക്കളുണ്ടല്ലോ, അത് ജീവിതത്തിലെ മറക്കാനാവാത്ത സമ്പത്താണ്. അങ്ങനത്തെ സമ്പത്ത് മരിച്ചു പോകുന്നതിന് മുമ്പ് നമുക്ക് ഉണ്ടാക്കണം. അതാണ് നമ്മുടെ മക്കളെ കൊണ്ട് നമ്മൾ സമ്പാദിക്കേണ്ടത്. അതുകൊണ്ട് ആ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ നോക്കൂ, കുടുംബരംഗത്ത് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ആ പ്രശ്നങ്ങളെക്കുറിച്ച് വളരെ സംക്ഷിപ്തമായി ചർച്ച ചെയ്യുകയും ആ വിഷയങ്ങളെക്കുറിച്ച് പഠിക്കാനും അറിയാനുമാണ് അരീക്കോട് വെച്ച് നമ്മളൊരു ഫാമിലി കോൺഫറൻസ് സംഘടിപ്പിക്കുന്നത്. നിങ്ങളെല്ലാവരും പങ്കെടുക്കണം. നിങ്ങളുടെ കുടുംബത്തിലെ, നിങ്ങളുടെ അയൽപ്പക്കത്തെ, നിങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ ഫാമിലികളെയും ആ ഒരു ഫാമിലി സമ്മേളനത്തിലേക്ക്, കോൺഫറൻസിലേക്ക് എത്തിക്കാൻ എന്ത് ചെയ്യണം? നിങ്ങൾ ഓരോരുത്തരും ശ്രമിക്കണം. നമ്മളെ കൊണ്ട് ഒരാൾ നന്നായാൽ ആ നന്നായതിൻ്റെ ഗുണം അയാൾക്ക് കിട്ടും, അതിൻ്റെ കൂലി അമ്മക്കും കിട്ടും. മരിച്ചാലും നമ്മുടെ ഖബറിലേക്ക് ആ നന്മയിൽ ജീവിക്കുന്ന കാലം അത്രയും അതിൻ്റെ കൂലി അമ്മക്ക് കിട്ടും. ഈ ബോധ്യത്തോടു കൂടി ഈ കാര്യത്തെ നിങ്ങൾ ഓരോരുത്തരും ഏറ്റെടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.